നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് രാവിലെ തുടങ്ങുകയാണ്. ഒരാഴ്ചയുടെ തുടക്കമാണ്, തിങ്കളാഴ്ചയാണ്. എല്ലാവർക്കും ഈ ആഴ്ച നല്ലതായി മാറട്ടെ. രാവിലെ തുടങ്ങുമ്പോൾ ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് ആക്രമണ കേസിൽ അറസ്റ്റിലായ PV അൻവർ MLA തവനൂർ ജയിലിൽ. റിമാൻഡ് 14 ദിവസത്തേക്ക്. അറസ്റ്റ് ചെയ്തത് ഇന്നലെ രാത്രി. MLAയുടെ അറസ്റ്റിൽ സർക്കാരിനെതിരെ കടുത്ത പ്രതിഷേധമുയർത്തി പ്രതിപക്ഷം. നിയമപ്രകാരമുള്ള നടപടിയെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ. കൊല്ലം സ്വദേശി ജിതിനെ കുടുക്കിയ സൈബർ തട്ടിപ്പിൽ പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. ജിതിൻ 5 വർഷം മുമ്പ് ഉപേക്ഷിച്ച സിം കാർഡ് വഴി നടത്തിയത് 3 കോടിയുടെ തട്ടിപ്പ്. തൃശൂരിലെ ട്രേഡിംഗ് കമ്പനി അക്കൗണ്ടിലേക്ക് 3 ആഴ്ച കൊണ്ടെത്തിയത് 3 കോടി രൂപ. അനിൽകുമാർ എന്നയാൾ തുക മുഴുവൻ കൈക്കലാക്കിയെന്ന് കമ്പനി ഉടമകൾ. ന്യൂസ് 18 ഫോളോ അപ്പ്. ന്യൂസ് 18 വാർത്ത സ്ഥിരീകരിച്ച് മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ മുതിർന്ന നേതാക്കൾ നേരിട്ടിറങ്ങും. കേന്ദ്ര സർക്കാർ നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ മത്സരരംഗത്ത് മുതിർന്ന നേതാക്കൾ വേണമെന്നും മുരളീധരൻ. സാമൂഹിക ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ നടപടി വന്നപ്പോൾ പ്രതിസന്ധിയിലായവരിൽ തുച്ഛവേതനക്കാരും ഉയർന്ന ശമ്പളമുള്ളവരെക്കാൾ സസ്പെൻഷനിലായവരിൽ പാർട്ട് ടൈം ജീവനക്കാരും തൂപ്പുകാരും പാചകക്കാരും. സസ്പെൻഷനിലായതോടെ പലരും ജീവിതം വഴിമുട്ടിയ അവസ്ഥ. സിറോ മലബാർ സഭാ സിനഡിന് ഇന്ന് തുടക്കം. സഭാ ആസ്ഥാനത്ത് ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയിലും വിദേശത്തുമുള്ള 54 ബിഷപ്പുമാർ പങ്കെടുക്കും. ഏകീകൃത കുർബാന തർക്കമടക്കം ചർച്ചയ്ക്ക്. സംസ്ഥാന സ്കൂൾ കലോത്സവം ഇന്ന് 3ാം ദിനം. കണ്ണൂർ, തൃശൂർ, കോഴിക്കോട് ജില്ലകൾ തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. വെടിനിർത്തൽ ചർച്ചകൾ ആരംഭിക്കാനിരിക്കെ ഗസയിൽ ആക്രമണം തുടർന്ന് ഇസ്രയേൽ. ബന്ദിയാക്കിയ ഇസ്രയേലി യുവതിയുടെ വീഡിയോ ഹമാസ് പുറത്തുവിട്ടു. ഇസ്രയേൽ ആക്രമണം തുടർന്നാൽ ഗുരുതര പ്രത്യാഘാതമുണ്ടാകുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി. PV അൻവറിന്റെ അറസ്റ്റ് വാർത്തയിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം പോകുന്നത്. നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസിൽ ആക്രമിച്ച കേസിൽ PV അൻവർ റിമാൻഡിലാണ്. നാടകീയ നീക്കങ്ങൾക്കൊടുവിൽ പുലർച്ചെ 2:30യോടെയാണ് അൻവർ ഉൾപ്പെടെ 5 പേരെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയത്. ജാമ്യത്തിനായി ഇന്ന് തന്നെ കോടതിയെ സമീപിച്ചേക്കും. അറസ്റ്റ് ഭരണകൂട ഭീകരത ആണെന്നായിരുന്നു അൻവറിന്റെ ആരോപണം. അറസ്റ്റിനെതിരെ UDF നേതാക്കളും രംഗത്ത് വന്നിട്ടുണ്ട്. മലപ്പുറത്ത് കാട്ടാന ആക്രമണത്തിൽ ആദിവാസി യുവാവ് കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ചാണ് അൻവറും സംഘവും ഫോറസ്റ്റ് ഓഫീസ് അടിച്ചു തകർത്തത്. കൂടുതൽ വിവരങ്ങളുമായി CV അനുമോദാണ് ചേരുന്നത്. അനുമോദ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ മണിക്കൂറുകൾ നീണ്ട നാടകീയ രംഗങ്ങൾക്കൊടുവിൽ PV അൻവർ റിമാൻഡിലായിരിക്കുകയാണ്. ഏത് രീതിയിലായിരിക്കും ഇനി അൻവറിന്റെ മുന്നോട്ടുള്ള നീക്കങ്ങൾ? ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണല്ലോ കേസെടുത്തിരിക്കുന്നത്. അശ്വതി, ഗുഡ് മോർണിംഗ്. PV അൻവറിനെ ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് തവനൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുവന്നത്. അദ്ദേഹത്തിന്റെ കൂടെയുള്ള പോലീസുകാർ അവിടെ വെച്ച് പ്രതികരിക്കാനൊന്നും തന്നെ സമ്മതിച്ചിരുന്നില്ല. കുറ്റിപ്പുറം ജില്ലാ ആശുപത്രിയിൽ അദ്ദേഹത്തിന്റെ വൈദ്യപരിശോധന നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാണ് 2 മണിയോടെ അദ്ദേഹത്തെ തവനൂർ ജയിലിൽ എത്തിച്ചിരുന്നത്. അതിനു മുൻപ് അദ്ദേഹം മജിസ്ട്രേറ്റിന്റെ വസതിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. പിണറായിയിൽ നിന്നും
ഇത് പ്രതീക്ഷിച്ചിരുന്നു. താൻ റിമാൻഡിൽ പോവുകയാണ്, മറ്റു നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകർ കോടതിയെ സമീപിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. നിലമ്പൂർ കോടതിയെ തന്നെയായിരിക്കും സമീപിക്കുക. അദ്ദേഹത്തിനൊപ്പം 4 DMK പ്രവർത്തകരും ജയിലിലായിട്ടുണ്ട്. എന്താണെങ്കിലും ഒരു ഇടതുപക്ഷത്തിന്റെ ഭാഗമായിരുന്ന ഒരു MLA ഇപ്പോൾ സ്വതന്ത്ര നിലപാടെടുത്ത് ഇടതുപക്ഷ സർക്കാരിന്റെ തന്നെ പോലീസിന്റെ കീഴിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും ഇപ്പോൾ റിമാൻഡിലാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ രാഷ്ട്രീയമായിട്ട് ഏറെ പ്രാധാന്യമുണ്ട്, ഏറെ പ്രത്യാഘാതങ്ങൾ ഒരു പക്ഷേ ഇത് രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അൻവറിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വഴിത്തിരിവുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹത്തിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ തന്നെയാണ്. അദ്ദേഹം റിമാൻഡിലായതോടെ ഇനി UDFന്റെ നിലപാട് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. ഒപ്പം തന്നെ LDF എന്തെല്ലാം കാര്യങ്ങൾ നിരത്തി ഇതിനെ ന്യായീകരിക്കുമെന്നും വ്യക്തമാക്കേണ്ടതുണ്ട്. ഈ പൊതുമുതൽ നശിപ്പിച്ചു, അതേപോലെ ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി തുടങ്ങിയ വകുപ്പുകളാണ് അദ്ദേഹത്തിനെതിരെ ചുമത്തിയിട്ടുള്ളത്. ഒരു MLA-യെ ഈ സാധാരണഗതിയിൽ എവിടെയും ഒരു പ്രതിഷേധം ഉണ്ടാകുമ്പോൾ പലപ്പോഴും പ്രവർത്തകർ അക്രമാസക്തരാവുകയും ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ വകുപ്പുകൾ തന്നെയാണ് അപ്പോഴും പോലീസ് ചുമത്താറുള്ളത്. പക്ഷേ ആ ഒരു ഘട്ടത്തിൽ ഒരിക്കലും അത് ഉദ്ഘാടനം ചെയ്ത MLA-യെ രാത്രിക്ക് രാത്രി അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമൊന്നും ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടില്ല. അവിടെയാണ് ഈ ഒരു കേസിന്റെ പ്രാധാന്യം വരുന്നത്. രാത്രി ഒരു കൊടും കുറ്റവാളിയെ പോലെ എന്തിന് MLA-യെ PV അൻവറിനെ വീട് വളഞ്ഞ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ചോദ്യമാണ് UDF ഉന്നയിക്കുന്നത്. സ്വാഭാവികമായിട്ടും UDFന്റെ നേതാക്കൾ കൂടുതലായിട്ട് ഇക്കാര്യത്തിൽ പ്രതികരിക്കാനുള്ള സാധ്യതയുണ്ട്. മുസ്ലിം ലീഗ് പ്രതികരണം വരേണ്ടതുണ്ട്. അതേസമയം ഇടതുപക്ഷം ഇതിനെ എങ്ങനെ ന്യായീകരിക്കുമെന്നാണ് കണ്ടറിയേണ്ടത്. മലപ്പുറം ജില്ലാ സെക്രട്ടറി CPM ജില്ലാ സെക്രട്ടറി 8 മണിക്ക് മുമ്പ് മാധ്യമങ്ങളെ കാണും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്താണെങ്കിലും ഇനി അദ്ദേഹത്തിന്റെ നടപടികൾ, അതേപോലെ അദ്ദേഹത്തിന്റെ അറസ്റ്റിലുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങളാണ് ഇന്നത്തെ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത്. 11 മണിയോടെ നിലമ്പൂർ കോടതിയിലെ നടപടികൾ തുടങ്ങുമ്പോൾ തന്നെ അൻവറിന്റെ അഭിഭാഷകർ ഒരുപക്ഷെ ജാമ്യത്തിനായി സമീപിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ജാമ്യം ലഭിച്ചാൽ അൻവർ ഇന്ന് പുറത്തിറങ്ങും. അൻവർ പുറത്തിറങ്ങിയാൽ അദ്ദേഹം മുൻപ് പറയുന്ന രീതിയിലും മുൻപ് അദ്ദേഹത്തെ കണ്ടിരുന്ന രീതിയിലും ആയിരിക്കില്ല ഇനി ഒരുപക്ഷെ രാഷ്ട്രീയ കേരളം കാണുന്നത്. ഒരു വിഷയത്തിന് മുകളിൽ, ഒരു ജനകീയ വിഷയത്തിൽ പ്രതിഷേധിച്ചതിനെ തുടർന്ന് അറസ്റ്റിലായി ജയിലിൽ കിടന്ന ജനപ്രതിനിധി എന്ന തരത്തിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രതിച്ഛായ തന്നെ മാറുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. എന്നാണെങ്കിലും അൻവറിന്റെ രാഷ്ട്രീയ ജീവിതത്തിലും കേരള രാഷ്ട്രീയത്തിലും അതീവ നിർണായകമാകും ഈ സംഭവവികാസങ്ങളൊക്കെ. ഇത്ര തിടുക്കപ്പെട്ട് അറസ്റ്റ് ചെയ്യേണ്ടിയിരുന്നോ എന്ന ചോദ്യം പലയിടത്തും ഉയരുന്നുണ്ടെങ്കിൽ പോലും ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് പോലും അത്തരത്തിലൊരു ചോദ്യം ഉയരുന്നുണ്ട്. അത് പരസ്യമായിട്ട് ആർക്കും ഉന്നയിക്കാനാകില്ലെങ്കിൽ പോലും ഇത് രാഷ്ട്രീയമായിട്ട് അൻവറിന് ഗുണം ചെയ്യുമെന്നൊരു കണക്കൂട്ടൽ ഇടതുപക്ഷത്തിന് വരെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ഇനി പ്രതികരണങ്ങളുടെ കാര്യം പറയുമ്പോൾ KPCC അധ്യക്ഷന്റെയും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെയും പ്രതികരണങ്ങൾ അത് ഈ ഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടതല്ലേ? പിടികിട്ടാ പുള്ളി അല്ലല്ലോ, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു അറസ്റ്റ് നാടകം കളിച്ച് ഇത്തരത്തിൽ പെട്ടെന്നൊരു MLA അറസ്റ്റ് ചെയ്യുന്നതിൽ ഉന്നത ഗൂഢാലോചനയുണ്ട് എന്നതടക്കമുള്ള അവരുടെ പ്രതികരണങ്ങൾ ഈ ഘട്ടത്തിൽ വളരെ നിർണായകമല്ലേ അനുമോദ്? തീർച്ചയായും നമുക്കറിയാം, കഴിഞ്ഞ ദിവസം അദ്ദേഹം ഈ വന നിയമ ഭേദഗതിക്കെതിരെ ജനകീയ യാത്ര പ്രഖ്യാപിച്ചപ്പോൾ UDF നേതാക്കളെയായിരുന്നു ആ യാത്രയുടെ പല ഘട്ടങ്ങളിലും ഉദ്ഘാടകരായിട്ടും അതിഥികളായിട്ടും ഒക്കെ ക്ഷണിച്ചിരുന്നത്. അന്ന് നമ്മൾ UDF നേതൃത്വത്തോടെ ഇക്കാര്യങ്ങൾ ആരാഞ്ഞപ്പോൾ അൻവർ ഉന്നയിക്കുന്ന പല വിഷയങ്ങളും UDFന് കൂടി താല്പര്യമുള്ളതാണ്, UDFന് കൂടി സ്വീകാര്യമാണ് എന്നൊരു നിലപാട് സ്വീകരിച്ചിരുന്നു. പക്ഷേ രാഷ്ട്രീയമായിട്ട് അൻവറിന്റെ ഒപ്പം നിൽക്കുക എന്ന ഘട്ടത്തിലേക്ക് ഇപ്പോൾ പോകേണ്ടതില്ല എന്നൊരു നിലപാടുമാണ് അന്ന് നേതാക്കൾ സ്വീകരിച്ചിരുന്നത്. ഇന്നിപ്പോൾ രാഷ്ട്രീയമായിട്ട് കേരള രാഷ്ട്രീയം ഇതുവരെ കാണാത്ത രീതിയിൽ ഉള്ള നടപടിക്രമങ്ങൾ, അൻവറിന്റെ വീട് വളഞ്ഞ് രാത്രിയോടെ അറസ്റ്റ് ചെയ്ത് രാത്രി തന്നെ മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കി പുലർച്ചെ ജയിലിലെത്തിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു കൊടും കുറ്റവാളിയോട് എന്ന തരത്തിൽ അൻവർ പെരുമാറുന്നുവെന്ന് UDF നേതാക്കൾ പറയുമ്പോൾ, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ഉന്നത നേതാക്കൾ പറയുമ്പോൾ, അത് തീർച്ചയായിട്ടും LDFനെതിരെ UDF ഇത് വലിയ ആയുധമാക്കുന്നു എന്നതിൻ്റെ തന്നെ തെളിവാണ്. നേരത്തെ അൻവറിനെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ച UDFന്റെ നേതാക്കൾ പോലും ഇപ്പോൾ ഈ വിഷയം വന്നതോടെ നിലപാട് മയപ്പെടുത്തുന്ന ഒരു തരത്തിലേക്ക് സാഹചര്യങ്ങൾ മാറുന്നുണ്ട്. അതായത് അൻവറിനെ UDFിലേക്ക് കൂടുതൽ അടുപ്പിക്കുവാനും അൻവറിനെ കുറെ കൂടി സ്വീകാര്യത ലഭിക്കുവാനും പോലീസിന്റെ ഇന്നലത്തെ നടപടി കാരണമായിട്ടുണ്ട് എന്ന് നമുക്ക്
വിലയിരുത്താൻ സാധിക്കും. അൻവറിനൊരു രക്തസാക്ഷി പരിവേഷം ഈ പോലീസിന്റെ നടപടിയിലൂടെ ഉണ്ടായിട്ടുണ്ട്. അത് രാഷ്ട്രീയമായിട്ട് അൻവറിന് ഏറെ ഗുണം ചെയ്യുന്നതാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അൻവറിനൊപ്പം നിൽക്കാത്തവർ പോലും ഈ ഒരു വിഷയം വന്നതോടെ അൻവറിന്റെ കൂടെ നിന്ന് അൻവറിന് വേണ്ടി സംസാരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും LDF ഇതൊരു സാധാരണ നിയമ നടപടിക്രമം മാത്രമാണെന്ന് പറഞ്ഞ് പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോൾ പോലും മുൻപ് ഏത് ഒരു പ്രതിഷേധ പ്രകടനത്തിലും പോലീസ് ചാർജ് ചെയ്യുന്ന വകുപ്പുകൾ ചുമത്തി ജനപ്രതിനിധിയെ ഇത്ര വലിയ ബന്ധവസ്തോടെ ഒരു തീവ്രവാദിയെ പിടിക്കുന്ന പോലെ അറസ്റ്റ് ചെയ്യേണ്ടിയിരുന്നു എന്ന ചോദ്യത്തിന് അവർ ഉത്തരം പറയേണ്ടതായിട്ട് വരും. എന്താണെങ്കിലും ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഈ അറസ്റ്റ് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനുള്ള വഴിയൊരുക്കും. അത് എത്രമാത്രം ന്യായീകരിക്കും, ആ ന്യായീകരണങ്ങൾ എത്രമാത്രം സ്വീകാര്യമാവും എന്നുള്ളതൊക്കെയാണ് കണ്ടറിയേണ്ടത്. എന്തായാലും രാഷ്ട്രീയ കേരളം ഇന്ന് കാത്തിരിക്കുന്നത് അൻവറിന്റെ അറസ്റ്റിലും തുടർ നടപടികളുമുള്ള പ്രതികരണങ്ങളാണ്. ഒപ്പം അൻവറിന്റെ തുടർ നീക്കങ്ങളും. അശ്വതി. ശരി, CV അനുമോദാണ് വിവരങ്ങൾ നൽകി. എന്തായാലും അനുമോദ് പറഞ്ഞതുപോലെ ഏത് രീതിയിലാണ് രാഷ്ട്രീയമായ പ്രതികരണം അൻവറിന്റെ അറസ്റ്റിൽ ഇനി വരിക എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. ഒപ്പം അൻവറിന്റെ നീക്കങ്ങൾ, അൻവർ ഇന്ന് ജാമ്യം തേടി കോടതിയെ സമീപിച്ചേക്കും. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. ന്യൂസ് 8 ഇന്നലെ പ്രേക്ഷകരിലേക്ക് എത്തിച്ച വളരെ പ്രധാനപ്പെട്ട വാർത്ത. കൊല്ലം സ്വദേശി ജിതിനെ കുടുക്കിയ സൈബർ തട്ടിപ്പ്. ആ തട്ടിപ്പിൽ തൃശൂരിലെ ട്രേഡിംഗ് കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് ഒഴുകിയത് കോടികളാണ്. അക്കൗണ്ട് തുറന്ന് 3 ആഴ്ചയ്ക്കുള്ളിൽ 3 കോടിയിലേറെ രൂപയാണ് എത്തിയത്. എന്നാൽ മുഴുവൻ തുകയും അനിൽകുമാർ എന്നയാൾ എടുത്തെന്നും ഇയാളാണ് കമ്പനിക്ക് പിന്നിലെന്നും കമ്പനി ഉടമകളായ റിസൽദാറും നീതുവും ന്യൂസ് 8നോട് പറഞ്ഞു. ജിതിനെതിരെ തെലങ്കാന പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ 1ഉം 2ഉം പ്രതികളാണ് ഇവർ. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ഇരിങ്ങാലക്കുട ബ്രാഞ്ചിലെ 604976724668 എന്ന അക്കൗണ്ടിലേക്കാണ് സൈബർ തട്ടിപ്പിലൂടെയുള്ള പണമെത്തിയത്. കഴിഞ്ഞ വർഷം ജൂലൈ 18-നാണ് 5500 രൂപ നിക്ഷേപവുമായി ലാറ്റ് ലൈഫ് കോഫി എസ്റ്റേറ്റ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പേരിൽ കറണ്ട് അക്കൗണ്ട് തുറന്നത്. ഓഗസ്റ്റ് മാസമായതോടെ അക്കൗണ്ടിലേക്ക് ലക്ഷങ്ങൾ എത്താൻ തുടങ്ങി. ആഴ്ചകൾ കൊണ്ട് ലക്ഷങ്ങൾ കോടികളായി. സെപ്റ്റംബർ തുടക്കത്തിൽ അക്കൗണ്ടിലുണ്ടായിരുന്നത് 3.79 കോടി രൂപ. പിന്നാലെ 1.29 ലക്ഷം രൂപ നിലനിർത്തി ബാക്കി പിൻവലിച്ചു. ഇരിങ്ങാലക്കുടയിലെ ജിം ട്രെയിനറായ അനിൽകുമാർ എന്നയാളാണ് ട്രേഡിംഗ് ബിസിനസ്സിലേക്ക് തങ്ങളെ കൊണ്ടുവന്നതെന്നും ഇയാൾ തന്നെ പണം പിൻവലിക്കുകയായിരുന്നുവെന്നുമാണ് റിസൽദാർ അബ്ദുൾ റസാഖ് പറയുന്നത്. നമ്മൾ ഒരു ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടൊരു എൻ്റെ ജിമ്മിലത്തെ ഒരു ട്രെയിനർ ഉണ്ടായിരുന്നു. ആൾ ത്രൂ ആണ് ഈ ഒരു ഇങ്ങനെ ഒരു സംഭവം ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ട് ലൈസൻസ് ഒക്കെ എടുക്കുക. അതിനെ പറഞ്ഞ് നമ്മളെ കൺവിൻസ് ചെയ്തിട്ട് നമ്മളെ കൊണ്ട് ലൈസൻസ് ഒക്കെ എടുപ്പിച്ചു. അതിനുശേഷം അക്കൗണ്ടൊക്കെ എടുത്ത് തന്നിട്ട് അവർക്ക് കൊടുത്താൽ മതി, എല്ലാവരും ചെയ്യാം, അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ കൺവിൻസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതൊക്കെ തുടങ്ങി, അക്കൗണ്ടൊക്കെ തുടങ്ങി അവർക്ക് കൊടുത്തു. അതിനുശേഷം ഓഗസ്റ്റിൽ നമുക്ക് ബാങ്കിൽ നിന്ന് കോൾ വന്നിട്ടുണ്ടായിരുന്നു, അങ്ങനെ അക്കൗണ്ട് ഫ്രീസായി എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ചെന്ന് അന്വേഷിച്ചപ്പോഴാണ് ഇത്ര എമൗണ്ട് അക്കൗണ്ടിലൂടെ പോയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് വൻതുക അക്കൗണ്ടിലേക്ക് ഒഴുകിയപ്പോൾ തന്നെ സംശയം തോന്നിയിരുന്നു. അതുകൊണ്ടാണ് പിൻവാങ്ങിയതെന്ന് നീതുവും പറയുന്നു. ആ ടൈം ആയപ്പോഴേക്കും ഫണ്ട് വന്നത് ശരിയല്ലാന്ന് തോന്നിയപ്പോൾ തന്നെ നമ്മൾ ലൈസൻസും ബാങ്ക് അക്കൗണ്ടും ഒക്കെ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിന്റെ പിന്നിൽ ഇത്ര വലിയൊരു പ്രശ്നം ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. 13 ലക്ഷത്തിന്റെ തട്ടിപ്പ് കേസിൽ ബംഗളൂരു പോലീസ് നേരത്തെ ഇവരുടെ മൊഴിയെടുത്തിരുന്നു. അന്നും അനിൽകുമാറിന്റെ പേര് പറഞ്ഞെങ്കിലും അന്വേഷണമുണ്ടായില്ല. മംഗളൂരു പോലീസിലും കേസുണ്ട്. തങ്ങൾ വഞ്ചിക്കപ്പെടുകയായിരുന്നുവെന്നും സൈബർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നുമാണ് റിസൽദാറും നീതുവും പറയുന്നത്. എന്നാൽ അനിൽകുമാറിനെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ലെന്ന ഇവരുടെ നിലപാട് സംശയാസ്പദമാണ്. അനിൽകുമാറിലേക്ക് അന്വേഷണം എത്താത്തതും ദുരൂഹം. തൃശൂരിൽ നിന്ന് KP ധനേഷിനൊപ്പം VV അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം. VV അരുൺ വിശദാംശങ്ങളുമായി ചേരുന്നു. അരുൺ, ജിതിന്റെ ദുരിതം നമ്മൾ ഇന്നലെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. അതൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു. ഉപയോഗശൂന്യമായ സിം അല്ലെങ്കിൽ ഉപയോഗിക്കാത്ത പഴയ സിം ഒന്ന് ഉപേക്ഷിച്ചപ്പോൾ ജിതിനുണ്ടായ പ്രശ്നങ്ങൾ, ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, അത് വളരെ വലുതാണ്. ആ തുക എങ്ങോട്ടേക്കാണ് പോയത് എന്നുള്ളത് നമുക്ക് ഇന്നലെയും വ്യക്തമായിരുന്നില്ല. അതിന്റെ വിശദാംശങ്ങളാണ് അരുണിൽ നിന്ന് കിട്ടേണ്ടത്. തീർച്ചയായും വലിയൊരു സൈബർ തട്ടിപ്പ് തന്നെയാണ് നടന്നിരിക്കുന്നത്. നമുക്കറിയാം, ട്രേഡിംഗ്
ഓഹരി വ്യാപാരം ഇപ്പോൾ വലിയൊരു പാഷനായി മാറുന്ന സമയമാണ്. യുവാക്കൾ പോലും വിദ്യാർത്ഥികൾ പോലും പലപ്പോഴും ഈ ഓഹരി നിക്ഷേപം നടത്താറുണ്ട്. അത്തരത്തിലുള്ള ഒരു ഓഹരി നിക്ഷേപത്തിൻ്റെ മറ പിടിച്ചുകൊണ്ടാണ്, അതിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് വലിയ തട്ടിപ്പാണ് നടന്നത്. അതിനാണ് ജിതിൻ്റെ പഴയ മൊബൈൽ നമ്പർ ഉപയോഗിച്ചത്. അതാണ് ജിതിന് കുരുക്കായത്. തൃശ്ശൂരിലെ മുകുന്ദപുരത്തുള്ള ലാഫെ കോഫി ലൈറ്റ് എന്നൊരു കോഫി എസ്റ്റേറ്റ് എന്നൊരു സ്ഥാപനത്തിലൂടെയാണ് ഈ തട്ടിപ്പ് നടന്നത്. അതിനുവേണ്ടി ഒരു പ്രത്യേക അക്കൗണ്ട് ഉണ്ടാക്കുകയായിരുന്നു. ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കി പുതിയ 2 സിം കാർഡുകൾ എടുത്തു. അതിലൊരു സിം കാർഡാണ് ജിതിൻ നേരത്തെ ഉപയോഗിച്ച സിം കാർഡ്. അവിടെയാണ് ജിതിന് ഈ രീതിയിൽ ഈ ജയിൽ ശിക്ഷ അടക്കം അനുഭവിക്കേണ്ട സാഹചര്യത്തിലേക്ക് മാറിയത്. ആ അക്കൗണ്ട് തുടങ്ങിയത് ഈ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ്. പക്ഷേ സെപ്റ്റംബർ ആകുമ്പോഴേക്കും വലിയ രീതിയിൽ ആ അക്കൗണ്ടിലേക്ക് പണം വന്നു. അത് ആദ്യമൊക്കെ ചെറിയ തുകയാണെങ്കിൽ പിന്നീട് ലക്ഷങ്ങളായി മാറി. ഏതാണ്ട് ഒരു മാസം കൊണ്ട് സെപ്റ്റംബർ 2-ാം തീയതിയൊക്കെ ആകുമ്പോൾ 3,79,00,000 രൂപ അക്കൗണ്ടിലേക്ക് വരുന്ന സാഹചര്യമുണ്ടായി. തൃശ്ശൂർ മുകുന്ദപുരത്തുള്ള യുവാക്കളുടെ പേരിലാണ് ഈ സ്ഥാപനം തുടങ്ങിയത്. അവർ റാസിദ്ദാറും അതുപോലെ നീതുവും, ഇവർ രണ്ടുപേരുമായി നമ്മൾ ബന്ധപ്പെട്ടു. രണ്ടുപേരും പറയുന്നത് തങ്ങൾക്ക് ഇതേപ്പറ്റി തട്ടിപ്പിനെ കുറിച്ച് ഒരു അറിവും ഉണ്ടായിരുന്നില്ല. ഇവരുടെ പേരിലാണ് അക്കൗണ്ട് തുടങ്ങിയത്, ഇവരുടെ പേരിലാണ് സിം എടുത്തത്. ഈ കമ്പനിയും ഇവരുടെ പേരിൽ തന്നെയാണ്. ആ കമ്പനി തുടങ്ങിയത് ഓൺലൈൻ ട്രേഡിങ്ങിൻ്റെ പേരിലാണ്. പക്ഷേ അനിൽകുമാർ എന്നയാൾ, അയാൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. അയാൾ ഇപ്പോഴും മറയത്താണ്. അയാൾ ആരെന്ന് ഇവർക്കറിയാം. അവിടെ ഇരിങ്ങാലക്കുടയിൽ ഒരു ജിം ട്രെയിനറാണെന്ന് പറയുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് അയാളുടെ ഒരു ഫോട്ടോയോ മറ്റു വിശദാംശങ്ങളോ തങ്ങളുടെ കൈവശമില്ല എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. ഏതായാലും തങ്ങൾക്ക് തട്ടിപ്പ് യാതൊരു പങ്കുമില്ല എന്ന് റാസിദ്ദാറും നീതുവും ആവർത്തിച്ച് പറയുന്നുണ്ട്. ഈ അക്കൗണ്ട് തുടങ്ങുമ്പോൾ, ഈ കമ്പനി തുടങ്ങുമ്പോഴും അക്കൗണ്ട് തുടങ്ങുമ്പോഴും നിങ്ങൾ തുടങ്ങിയാൽ മതി, ബാക്കി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്നൊരു വാക്കാണ് ഈ അനിൽകുമാർ എന്നയാൾ നൽകിയത്. പക്ഷേ അതിനുശേഷം ഈ അക്കൗണ്ട് തുടങ്ങിയപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വലിയ രീതിയിൽ പണം അക്കൗണ്ടിലേക്ക് വരാൻ തുടങ്ങി. അപ്പോൾ തന്നെ തങ്ങൾക്ക് സംശയം തോന്നുകയും ഇത് പിന്മാറാൻ തീരുമാനിക്കുകയുമായിരുന്നു. ഇതിനിടയിൽ ബംഗളൂരു പോലീസ് സ്റ്റേഷനിൽ കേസിൽ ഇവരെ ചോദ്യം ചെയ്യാനായി ബംഗളൂരിലേക്ക് വിളിച്ചിരുന്നു. അന്നവർ ബംഗളൂരു പോലീസിന് പോയി ഹാജരായി മുൻകൂർ ജാമ്യം എടുത്ത ശേഷമാണ് അവിടേക്ക് പോയത്. അവിടെ പോയി കാര്യങ്ങളൊക്കെ പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. തങ്ങൾക്ക് ഈ തട്ടിപ്പിൽ പങ്കില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം തങ്ങളെ പോലീസ് വിളിച്ചിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. മാത്രമല്ല മംഗളൂരുവിലും സമാനമായി കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇവർക്കെതിരെ ഇവരുടെ പോലീസ് വിവരങ്ങൾ തേടിയിരുന്നു. അവിടെ പോയി ഹാജരാകാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ അവർക്ക് ഈ ജിതിൻ്റെ വാർത്ത വരുന്നതിന് മുമ്പ് തന്നെ ഈ സംഭവങ്ങളെക്കുറിച്ച് അറിയാം. ഈ കമ്പനി തട്ടിപ്പ് നടത്തിയെന്ന് അവർക്കറിയാം. പക്ഷേ ആ തട്ടിപ്പിൽ തങ്ങൾക്കൊരു പങ്കുമില്ല. തങ്ങളുടെ പേരിൽ അനിൽകുമാർ എന്നയാൾ തുടങ്ങിയ കമ്പനി ഇത്രയധികം പണം തട്ടിച്ചു. ആ പണം മുഴുവൻ അനിൽകുമാർ കൊണ്ടുപോയി. ആ പണം വിഡ്രോ ചെയ്തത് ബാങ്കിൽ നിന്ന് ഓൺലൈൻ ട്രാൻസാക്ഷനിലൂടെ വിഡ്രോ ചെയ്യുകയാണെന്നാണ് പറയുന്നത്. കറണ്ട് അക്കൗണ്ട് ആയതുകൊണ്ട് ATM കാർഡ് ഇല്ലായിരുന്നു. തങ്ങൾ ഇതിൽ നിന്ന് പണം ലഭിച്ചിട്ടില്ല. 2 ലക്ഷം രൂപ സ്വർണം പണയം വെച്ചും മറ്റും അതിലേക്ക് നിക്ഷേപിക്കുകയായിരുന്നു അവർ പറയുന്നുണ്ട്. പക്ഷേ ഇത്രയധികം തുക ഇവരുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ട് ഒരു തുകയും ഒന്നും ഇവർ കിട്ടാതെ പോയി എന്ന് പറയുന്നത് അത്രയധികം വിശ്വാസയോഗ്യമല്ല. പക്ഷേ ഇവർ നമ്മോട് സംസാരിക്കുന്ന മനസ്സിലാകുമ്പോൾ ഇവരും തട്ടിപ്പിനിരയായി എന്നുള്ളതാണ്. പോലീസാണ് ഇക്കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത്. ഈ സെക്കന്ദരാബാദ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഇവരിലേക്ക് അന്വേഷണം വന്നിട്ടില്ല. അത് ഇപ്പോഴും ജിതിനിൽ മാത്രം ചുറ്റിക്കറങ്ങുകയാണ്. എന്തുകൊണ്ടാണ് ഈ അക്കൗണ്ട് തുടങ്ങിയവരിലേക്ക് അന്വേഷണം പോകാത്ത, അല്ലെങ്കിൽ ഇവരെ അതിനെ പ്രേരിപ്പിച്ച് ഇവർ തന്നെ നേരത്തെ ബംഗളൂരു പോലീസിലുമൊക്കെ മൊഴി കൊടുത്തതുപോലെ അനിൽകുമാർ എന്നയാളുടെ പങ്ക്, ആരാണ് അനിൽകുമാർ, എന്താണ് അയാളുടെ പങ്ക് എന്ന കാര്യത്തിൽ അന്വേഷണം പോകുന്നില്ല. വലിയ ദുരൂഹത ഇപ്പോഴും ഇതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട്. ഏതായാലും തൃശ്ശൂർ മുകുന്ദപുരത്തുള്ള 2 യുവാക്കളുടെ പേരിലാണ് ഈ ബാങ്ക് അക്കൗണ്ട്, അവർ തുടങ്ങിയ കമ്പനിയുടെ പേരിലാണ് ബാങ്ക് അക്കൗണ്ട്. അവർ തട്ടിപ്പിനെയാണ് അവർ പറയുമ്പോൾ അനിൽകുമാർ ആര്, അനിൽകുമാർ പിന്നിലാര്? ഇവർ പറയുന്നത് ദുബായ് കേന്ദ്രീകരിച്ച ചിലരാണ് അനിൽകുമാർ പിന്നിലെന്നൊക്കെ ഇവർ നമ്മോട് സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു. അങ്ങനെയെങ്കിൽ വലിയൊരു സംഘമുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും തട്ടിപ്പ് നടന്നിട്ടുണ്ട്. പല തുക, ചെറുതും വലുതുമായ തുക വലിയ രീതിയിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. മംഗളൂരിൻ്റെ കേസ് 45,000 രൂപയോളം മാത്രമുള്ള ഒരു തട്ടിപ്പെന്നാണ് പറയുന്നത്. ബാംഗ്ലൂരിൽ ലക്ഷങ്ങളായിരുന്നു. കോടിക്കണക്കിന് രൂപയുടെ അക്കൗണ്ടിലേക്ക് ഒരു മാസം കൊണ്ട് നമുക്ക് ആ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പരിശോധിക്കുമ്പോൾ അറിയാം വളരെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള പൈസ അതിലേക്ക് വരുന്നുണ്ട്. വളരെ വേഗം അത് പിൻവലിച്ചു പോകുന്നുമുണ്ട്. ഏതായാലും വലിയൊരു തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. സംസ്ഥാനത്തും ചില ആളുകൾ ഈ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെന്ന വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ ദിവസങ്ങൾ നമുക്ക് നൽകാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഒരു തട്ടിപ്പിനാണ് ജിതിൻ എന്ന സഹകരണ ബാങ്ക് ജീവനക്കാരായ കൊല്ലം സ്വദേശിയുടെ പഴയ ഫോൺ നമ്പർ ഉപയോഗിച്ചത്. അതാണ് ജിതിനെ കുടുക്കിയത്, ജിതിനെ ജയിലിലാക്കിയത്. ഇനിയും കേസുകൾ പ്രതിയാകുമോ എന്ന ആശങ്കയിൽ
ജിതിനുള്ളത്. ഏതായാലും വലിയൊരു തട്ടിപ്പ്. അതിൽ ഈ യുവാക്കളുടെ പങ്ക് എന്താണെന്ന് കൂടി വ്യക്തമാക്കേണ്ടതുണ്ട്. പൂർണ്ണമായും നിരപരാധികളെന്ന് അവർ പറയുന്നു. അവർക്ക് പിന്നിലെ അവരെ കൊണ്ട് ഇത്തരത്തിൽ അക്കൗണ്ട് തുടങ്ങി ഈ സ്ഥാപനം തുടങ്ങി പണവുമായി കടന്ന അനിൽകുമാർ എന്നൊരാളുണ്ട്. അയാൾ ആരെന്ന കാര്യമാണ് ഇനി വ്യക്തമാക്കേണ്ടത്. അയാളുടെ പിന്നിലാരെന്ന് കൂടി വ്യക്തമാക്കേണ്ടതുണ്ട്. ശരി, അരുൺ സൂചിപ്പിച്ചതുപോലെ വളരെ ഗൗരവമുള്ള ഒരു വാർത്തയാണ് ന്യൂസ് 18 പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. അതിന്റെ അന്വേഷണം ഏത് രീതിയിൽ പുരോഗമിക്കുന്നു, അതിന്റെ തുടർ ചലനങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് വരും മണിക്കൂറുകളിൽ ഞങ്ങൾ എത്തിക്കും. ഞങ്ങൾ എന്തായാലും ഈ വാർത്ത തുടരുകയാണ്, വാർത്താ പരമ്പര തുടരുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇന്നലെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്, അതും ന്യൂസ് 18 ആണ് ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. തിരുവനന്തപുരം നഗരസഭ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ന്യൂസ് 18 വാർത്ത സ്ഥിരീകരിച്ചിരിക്കുകയാണ് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുതിർന്ന BJP നേതാക്കൾ സജീവമായി രംഗത്ത് ഉണ്ടാകും. കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ സീനിയർ നേതാക്കൾ മത്സരിക്കേണ്ടത് അനിവാര്യമെന്നും വി മുരളീധരൻ ന്യൂസ് 18നോട് പറഞ്ഞു. തിരുവനന്തപുരം നഗരസഭ പിടിക്കാൻ BJP സർജിക്കൽ സ്ട്രൈക്കിന് ഒരുങ്ങുന്നുവെന്ന ന്യൂസ് 18 വാർത്തയിൽ പ്രതികരിച്ച് മുൻ കേന്ദ്രമന്ത്രി കൂടിയായ വി മുരളീധരൻ നമ്മളോടൊപ്പം ചേരുകയാണ്. BJPയുടെ ദേശീയ നേതൃത്വം നിർണായകമായ ഒരു ചുമതല കേരളത്തിൽ, പ്രത്യേകിച്ച് തലസ്ഥാനത്ത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താങ്കളെ ഏൽപ്പിച്ചിരിക്കുകയാണെന്നുള്ള വിവരം ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. പ്രധാനപ്പെട്ട നേതാക്കളെ തന്നെ ഈ നഗരസഭയിൽ രംഗത്തിറക്കാനുള്ള ഒരു തീരുമാനത്തിന് പിന്നിൽ ഈ നഗരസഭാ തെരഞ്ഞെടുപ്പ് എന്നതിനപ്പുറത്തേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. ഭാരതീയ ജനതാ പാർട്ടി ഈ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പും അതിനെ തുടർന്ന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും ഇത് രണ്ടും ഒരുമിച്ച് കണ്ടുകൊണ്ടുള്ള തയ്യാറെടുപ്പുകളാണ് തുടങ്ങിയിട്ടുള്ളത്. പാർട്ടിയുടെ സംഘടനാ തലത്തിലുള്ള തെരഞ്ഞെടുപ്പിൻ്റെ പുനഃസംഘടന പൂർത്തിയായാൽ ഉടൻ തന്നെ ഇത് സംബന്ധിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കണം എന്നുള്ള ഒരു തീരുമാനമാണ് പൊതുവായിട്ടുണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വിജയസാധ്യത കരുതപ്പെടുന്ന നഗരസഭയാണ് തിരുവനന്തപുരം നഗരസഭ. ശ്രീ രാജീവ് ചന്ദ്രശേഖറിൻ്റെ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ 100 വാർഡുകളിൽ ബഹുഭൂരിപക്ഷം വാർഡുകളിൽ BJPക്ക് മുന്നേറ്റമുണ്ടാക്കാനായിട്ടുണ്ട്. അതിനെ പ്രയോജനപ്പെടുത്താവുന്ന തരത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ തിരുവനന്തപുരത്ത് ലഭ്യമാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ തന്ത്രം അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രം ഉണ്ടാകണം എന്നുള്ള താല്പര്യമാണ് ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളത്. അവിടെ ഈ ഒരു മുൻ കേന്ദ്രമന്ത്രിയെ തന്നെ തിരുവനന്തപുരം പോലൊരു തന്ത്രപ്രധാനമായ സ്ഥലത്തിൻ്റെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതിലൂടെ അതിൻ്റെ പ്രതിഫലനം മറ്റ് മണ്ഡലങ്ങളിലേക്ക് കൂടി എത്തിക്കുക എന്നൊരു സന്ദേശമാണോ കൊടുക്കുന്നത്? അല്ല, തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ നിരവധി ആനുകൂല്യങ്ങൾ ഈ തിരുവനന്തപുരത്തിന് ഇപ്പം തന്നെ ലഭിച്ചിട്ടുണ്ട്. സ്മാർട്ട് സിറ്റി ഉൾപ്പെടെ, റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെ, അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ. പക്ഷേ അതിൻ്റെ ഒക്കെ പ്രയോജനം ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന് നേതൃത്വം നൽകുന്നവരോ അങ്ങനെയുള്ള ആളുകളൊക്കെ പിതൃത്വം ഏറ്റെടുക്കുന്നത് സംസ്ഥാന സർക്കാരിലേക്ക് ഒതുങ്ങുന്നു. തീർച്ചയായിട്ടും അതിൻ്റെ പ്രയോജനം അവരാണ് ഏറ്റെടുക്കുന്നത്. അതിനു പകരം ഭാരതീയ ജനതാ പാർട്ടിക്ക് തന്നെ അതിൻ്റെ പ്രയോജനം ലഭ്യമാകാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് സമീപനം, ആ സമീപനമാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. സ്ഥാനാർത്ഥി ആരായിരിക്കും, അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും ഔപചാരികമായിട്ട് പാർട്ടി ഇതുവരെ തീരുമാനിച്ചില്ല. ഒറ്റ കാര്യം കൂടി, അതായത് കൂടുതൽ മുതിർന്ന താങ്കൾക്കൊപ്പം അല്ലെങ്കിൽ കൂടുതൽ മുതിർന്ന നേതാക്കൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. കേരളത്തിലെ എല്ലാ മുതിർന്ന നേതാക്കളും ഈ തെരഞ്ഞെടുപ്പിൽ സജീവമായിട്ടുണ്ടാകും. തദ്ദേശ തെരഞ്ഞെടുപ്പ് ആരൊക്കെ സ്ഥാനാർത്ഥിയാകണം എന്നുള്ളത് സമയമാകുമ്പോൾ തീരുമാനിക്കും. വളരെയധികം നന്ദി താങ്കളുടെ പ്രതികരണത്തിൽ. ക്യാമറമാൻ സി വിനോദിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. അതാണ് ഇന്നലെ ഡാൻ പുറത്തുവിട്ട വാർത്ത. അതിൽ സ്ഥിരീകരണം വന്നിരിക്കുകയാണ്. വി മുരളീധരൻ തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. വി അരുൺ തുടരുന്നുണ്ട്. അരുൺ, ഇന്നലെ ഡാൻ പുറത്തുവിട്ട വാർത്ത അത് വി മുരളീധരൻ തന്നെ സ്ഥിരീകരിക്കുമ്പോൾ വളരെ പ്രധാനമായി പറയുന്നുണ്ട്, കേന്ദ്രം നൽകുന്ന സഹായങ്ങൾ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ സംസ്ഥാന സർക്കാരും കോർപ്പറേഷൻ ഭരിക്കുന്ന ഇടതുപക്ഷവും എടുക്കുന്നു. അത് ഞങ്ങൾക്കിനി വേണമെന്ന രീതിയിൽ മുന്നോട്ട് പോവുകയാണ് എന്ന്.
തീർച്ചയായിട്ടും അശ്വതി, ഇന്നലെ ഡാൻ കുര്യൻ്റെ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ന്യൂസ് 18 വാർത്ത പുറത്തുവിടുമ്പോൾ പലരും അതിശയത്തോടു കൂടിയാണ്, ഒരുപക്ഷെ കുറച്ചൊക്കെ ഇങ്ങനെ സംഭവിക്കുമോ എന്ന സംശയത്തോടു കൂടിയാണ് ഈ വാർത്ത ചില കേന്ദ്രങ്ങളെങ്കിലും BJP കേന്ദ്രങ്ങളും ഒരുപക്ഷെ അതിനപ്പുറത്തേക്കുള്ള ആളുകളും ഒക്കെ അതിനെ സ്വീകരിച്ചത്. പക്ഷേ അത് വി മുരളീധരൻ തന്നെ സ്ഥിരീകരിക്കുന്നു. BJP ഏറ്റവും പ്രാധാന്യത്തോടെ കാണാൻ പോകുന്ന നഗരസഭകളിലൊന്ന് തിരുവനന്തപുരമാകുമെന്ന് ഉറപ്പാണ്. പന്തളം നഗരസഭയിൽ കഴിഞ്ഞ തവണ അവർ ഭരണം നടത്തിയിരുന്നു. പാലക്കാട് നഗരസഭ അവരുടെ ഭരിക്കുന്ന സ്ഥലമാണ്. രണ്ടിടത്തും അവർക്ക് സംഘടനാപരമായ വലിയ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. പക്ഷേ തിരുവനന്തപുരത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും വിജയിക്കുമെന്ന് ഏറെക്കുറെ അവർ ഉറപ്പിച്ചാണ്. പക്ഷേ CPM-നെ മറികടക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇത്തവണ അത് നേടിയെടുക്കുമെന്ന ഉറച്ച ഒരു പ്രതീക്ഷയോടുകൂടിയാണ് BJP രംഗത്ത് വരുന്നത്. അതുകൊണ്ടാണ് വി മുരളീധരനെ പോലെ മുൻ സംസ്ഥാന അധ്യക്ഷനായിരുന്ന, ദേശീയ തലത്തിൽ BJP-യുടെ പ്രധാന നേതാവായിരുന്ന, മുൻ കേന്ദ്ര സഹമന്ത്രിയായിരുന്ന ഒരാളെ തന്നെ നഗരസഭ പിടിക്കാൻ ഇറക്കുന്നത്. വി മുരളീധരനെ മേയർ സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടി മത്സരിച്ചാൽ നഗരഭരണം ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് അവർക്കുള്ളത്. അദ്ദേഹം കഴക്കൂട്ടത്താണ് നിയമസഭയിലേക്ക് മത്സരിക്കുന്നത്. അവിടെ അതിനുശേഷം പാർട്ടിക്ക് കാര്യമായ വളർച്ച ഉണ്ടായെന്നവരായിരുന്നു. കഴക്കൂട്ടം മണ്ഡലത്തിൽ പല ഭാഗങ്ങളും തിരുവനന്തപുരം നഗരസഭ ഉൾപ്പെട്ടതാണ്. പട്ടൂർക്കാവ് അവരുടെ ശക്തി കേന്ദ്രമാണ്, നേമം അവരുടെ ശക്തി കേന്ദ്രമാണ്. തിരുവനന്തപുരം നഗരമേഖലയാണ് കുറച്ചെങ്കിലും അവർക്ക്, അല്ലെങ്കിൽ തിരുവനന്തപുരം മണ്ഡലമാണ് അവർക്ക് അത്രയധികം കടന്നു കയറാൻ കഴിയാത്തത്. ഏതായാലും കഴക്കൂട്ടത്ത് സാന്നിധ്യം വർദ്ധിപ്പിക്കുക, മറ്റിടങ്ങളിലേക്കും CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും ചില സിറ്റിംഗ് സീറ്റുകൾ പിടിച്ചെടുക്കാനായാൽ ഒരു 15 സീറ്റിൻ്റെ വ്യത്യാസമാണ് അവർക്ക് ഭരണത്തിലേക്കുള്ളത്. അത് നേടിയെടുക്കാനാകും. വി മുരളീധരനെ പോലെ നേതാവ് കൂടി മുന്നിൽ വരുന്നതോടുകൂടി അത് സാധ്യമാകുമെന്ന പ്രതീക്ഷയാണ് BJP-ക്കുള്ളത്. ഒരുപക്ഷെ തിരുവനന്തപുരത്ത് മാത്രമായിരിക്കില്ല, മറ്റു പ്രധാനപ്പെട്ട നഗരസഭകളിലും ജില്ലാ പഞ്ചായത്തുകളിലുമൊക്കെ BJP-യുടെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ മത്സരിച്ചേക്കും. അത് കഴിഞ്ഞ തവണ തിരുവനന്തപുരത്ത് BJP-യുടെ ജില്ലാ അധ്യക്ഷനെയാണ് അവർ പൂജപ്പുര വാർഡിൽ മത്സരിക്കാൻ നിയോഗിച്ചത്. അത്തരത്തിൽ പ്രധാനപ്പെട്ട ആളുകൾ തന്നെ വരണം. ഇപ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് പോവുകയാണ് BJP. ദേശീയ തലത്തിലുള്ള നേതാവിനെ തന്നെ, മുൻ സംസ്ഥാന അധ്യക്ഷനെ തന്നെ തിരുവനന്തപുരം നഗരസഭ പിടിക്കാൻ ഇറക്കുകയാണ്. വലിയ പോരാട്ടത്തിന് BJP തയ്യാറെടുക്കുകയാണ്. അതിൻ്റെ മുന്നൊരുക്കങ്ങൾ അവർ ആരംഭിച്ചു കഴിഞ്ഞു. ലക്ഷങ്ങൾ മുടക്കി ഒരു ഏജൻസി അവർ നിയോഗിച്ചു കഴിഞ്ഞു. മുരളീധരൻ വന്നാൽ എങ്ങനെയുണ്ടാകും, മുരളീധരൻ വന്നാൽ അത് ഗുണം ചെയ്യുമോ എന്ന കാര്യം ആ സർവേയിലൂടെ കൂടി ദേശീയ നേതൃത്വം പരിശോധിക്കും. മറ്റു നേതാക്കൾ ആരൊക്കെ മറ്റു പാർട്ടികളിൽ നിന്നുള്ള ആളുകളെ BJP-യിൽ കൊണ്ടുവരാൻ ശ്രമം നടക്കുന്നുണ്ട്, പൊതുസമ്മതരെ കൊണ്ടുവരാൻ ശ്രമം നടക്കുന്നുണ്ട്. അങ്ങനെ വലിയ നീക്കം തിരുവനന്തപുരം നഗരസഭ ലക്ഷ്യമിട്ട് BJP നടത്തുകയാണ്. മുരളീധരൻ പറഞ്ഞതുപോലെ, ഡാൻ റിപ്പോർട്ട് ചെയ്തതുപോലെ അതിൽ ഏറ്റവും പ്രധാനം നഗരസഭ ഒരു വലിയ ലക്ഷ്യം തന്നെയാണ് അവർക്ക്. തിരുവനന്തപുരം നഗരസഭ പിടിക്കുന്നത് വലിയ നേട്ടമായി അവർ കാണുന്നു. അതിനപ്പുറത്തേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നൊരു വലിയ ലക്ഷ്യം കൂടി അവരുടെ മുന്നിലുണ്ട്. തിരുവനന്തപുരം നഗരസഭ പിടിച്ചാൽ വട്ടിയൂർക്കാവ്, നേമം, കഴക്കൂട്ടം തുടങ്ങി ചുറ്റുമുള്ള മണ്ഡലങ്ങൾ, നിയമസഭാ മണ്ഡലങ്ങൾ കൂടി അത് ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയാണ് BJP. അതുകൊണ്ടാണ് തിരുവനന്തപുരം നഗരസഭ ഇത്രയധികം പ്രാധാന്യത്തോടു കൂടി കണ്ട് BJP തെരഞ്ഞെടുപ്പിൽ ഒരുങ്ങുന്നത്. ശരി അരുൺ, എന്തായാലും നിർണായക രാഷ്ട്രീയ നീക്കങ്ങളുമായി തിരുവനന്തപുരം നഗരസഭ പിടിക്കാൻ തയ്യാറെടുക്കുകയാണ് BJP. VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം നഗരഭരണം പിടിക്കാൻ BJP-യുടെ സർജിക്കൽ സ്ട്രൈക്ക്. മേയർ സ്ഥാനത്തേക്ക് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനെ ഉയർത്തിക്കാട്ടി മത്സര രംഗത്തേക്ക് ഇറങ്ങാൻ കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശം. മുരളീധരൻ നഗരം കേന്ദ്രീകരിച്ച് പ്രവർത്തനം തുടങ്ങി. പരീക്ഷണം ഫലം ചെയ്യുമോ എന്ന് കണ്ടെത്താൻ ലക്ഷങ്ങൾ മുടക്കി സ്വകാര്യ ഏജൻസിയെ സർവേയ്ക്കും നിയോഗിച്ചു. രമേശ് ചെന്നിത്തലയെ പുകഴ്ത്തി ഫേസ്ബുക്ക് പോസ്റ്റുമായി പാണക്കാട് സാദിഖ് അലി തങ്ങൾ. പട്ടിക്കാട് ജാമിയ സമ്മേളനത്തിൽ രമേശ് ചെന്നിത്തല സംസാരിച്ചത് ഉയർത്തിയാണ് പുകഴ്ത്തൽ. ഫാസിസത്തെ എതിർക്കാൻ വിയോജിപ്പുകളിലും യോജിക്കണമെന്ന ചെന്നിത്തലയുടെ വാക്കുകൾ ഏറ്റെടുത്ത് ഒന്നിച്ചു പോരാടണമെന്ന് ആഹ്വാനം. ജാമിയ സമ്മേളനത്തിലെ ചെന്നിത്തലയ്ക്ക് ഒപ്പമുള്ള ചിത്രം പങ്കുവച്ചാണ് സാദിഖ് അലി തങ്ങളുടെ പോസ്റ്റ്. ആരെങ്കിലും പുകഴ്ത്തിയാൽ മുഖ്യമന്ത്രിയാവില്ലെന്ന് കെ മുരളീധരൻ. അതിന് കോൺഗ്രസിൽ ചില ചിട്ടവട്ടങ്ങളുണ്ട്. ആള് കൂടുന്നതൊന്നും വലിയ കാര്യമല്ലെന്നും മുന്നണി വിപുലീകരണം ചർച്ച ചെയ്യേണ്ട സമയമായി എന്നും മുരളീധരൻ. ഇപ്പോൾ കിട്ടിയ ഒരു അപകട വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇടുക്കി പുല്ലുപാറയ്ക്ക് സമീപം KSRTC ബസ് കൊക്കയിലേക്ക് മറിഞ്ഞു. ബാവേലിക്കരയിൽ നിന്നും തഞ്ചാവൂരിലേക്ക് വിനോദയാത്ര പോയ സംഘം സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടതെന്നാണ് അറിയുന്നത്. PS സാഗർ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സാഗർ, ഇതെങ്ങനെയാണ് സംഭവിച്ചത്? യാത്രക്കാർ സുരക്ഷിതരാണോ?
അശ്വതി, ഇന്ന് രാവിലെ 6 മണിയോടെയാണ് അപകടം സംഭവിച്ചത്. ആദ്യം തന്നെ പറയാൻ യാത്രക്കാരെല്ലാം തന്നെ സുരക്ഷിതരാണ്. ഗുരുതരമായ ഒരു പരിക്കുകൾ ആർക്കും പറ്റിയിട്ടില്ലെന്നാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരം. പുല്ലുപാറയ്ക്ക് സമീപം കൊക്കയിലേക്കാണ് ബസ് മറിഞ്ഞത്. ഇന്നലെ ഉച്ച കഴിഞ്ഞ് മാവേലിക്കരയിൽ നിന്നും വിനോദയാത്ര പോയ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. ഇവർ സാഗർ ഒന്ന് തുടരുക. ഇപ്പോൾ ഒരു പ്രതികരണം നമുക്ക് ലഭ്യമാണ്, അതിനുശേഷം സാഗറിലേക്ക് വരാം. സന്തോഷം. ഇവര് തഞ്ചാവൂരിന് പോയതാണ്, മാവേലിക്കര ഡിപ്പോയിൽ നിന്ന് അല്ലേ? മാവേലിക്കര ഡിപ്പോയിൽ നിന്ന് കമ്പം തേനി തഞ്ചാവൂർ പോയ 34 പേരിറങ്ങിയ കേരള KSRTCയുടെ ബസ്സാണ്. അതാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ആൾക്കാരെയൊക്കെ രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഈ വണ്ടിയിൽ വന്നതാണ്. മാവേലിക്കരയിൽ ഇന്ന് രാവിലെ 3 മണിക്ക് ഇറങ്ങിയതാണ്. ഞങ്ങളുടെ കൂടെയുള്ളവർ കുറേ പേര് കൂടെ അപകടത്തിൽ പെട്ടിട്ടുണ്ട്. എങ്ങനെയും ഒന്ന് രക്ഷിക്കാൻ 34 പേരുണ്ടായിരുന്നു. മാവേലിക്കര ഡിപ്പോയിൽ നിന്ന് പുറപ്പെട്ടതാണ് ഇന്നലെ. തഞ്ചാവൂരിന് പോയിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിയാണ്. സ്ഥലം ഇത് പുല്ലുപാറ എന്ന സ്ഥലത്ത് വെച്ചാണ് വണ്ടിയുടെ ബ്രേക്ക് പോയെന്നാണ് പറയുകയും പെട്ടെന്ന് വണ്ടി മറിയുമായിരുന്നു. ആർക്കും അപകടം ഇല്ലെന്ന് തോന്നുന്നു, എന്തോ അറിയില്ല. ഓരോരുത്തരെ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ. അതാണ് 34 പേര് അടങ്ങുന്ന സംഘമാണ് ആ ബസ്സിലുണ്ടായിരുന്നത്. ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന അനുസരിച്ച് അവരെല്ലാവരും സുരക്ഷിതരാണ് എന്നുള്ളതാണ്. സാഗർ തുടരുന്നുണ്ട്. സാഗർ, അങ്ങനെ തന്നെയല്ലേ? ആർക്കും വലിയ പരിക്കൊന്നുമില്ലല്ലോ അല്ലേ? അശ്വതി, നിലവിൽ ആർക്കും വലിയൊരു തോതിലുള്ള പരിക്കുകൾ സംഭവിച്ചിട്ടില്ലെന്നാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരം. ഈ ഇടുക്കിയിൽ കുട്ടിക്കാനത്തിനും മുണ്ടക്കയത്തിനും ഇടയിലാണ് ഈ പുല്ലുപാറ എന്ന് പറയുന്ന സ്ഥലം. ഇവിടം വളവുകളും തിരിവുകളും ഏറെയുള്ള ഒരു പ്രദേശമാണ്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മാവേലിക്കരയിൽ നിന്നും തഞ്ചാവൂരിലേക്ക് വിനോദയാത്ര പോയ സംഘം സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഇവർ തഞ്ചാവൂർ പോയിട്ട് തിരികെ വരും വഴി ഇന്ന് രാവിലെ 6 മണിയോടെയാണ് ബസ് അപകടത്തിൽപ്പെട്ടത്. ഈ ഭാഗത്ത് വളവിൽ വെച്ച് ബസ് നിയന്ത്രണം വിട്ട് 30 അടിയോളം താഴ്ചയിലേക്ക് പോവുകയായിരുന്നു. എന്നാൽ മരങ്ങളിൽ തട്ടി ബസ് നിന്നതും ഒരു വലിയ തോതിൽ അപകടം ഉണ്ടാകുന്നത് കുറച്ചു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. 34 യാത്രക്കാരും 2 ജീവനക്കാരുമാണ് ബസ്സിലുണ്ടായിരുന്നത്. ഈ കൊടും വളവുകൾ നിറഞ്ഞ ഈ റോഡിൽ ഒരു ഭാഗം കൊക്കയാണ്. ഇവിടെ ബ്രേക്ക് വാഹനത്തിന് നഷ്ടപ്പെട്ട് ബസ് താഴേക്ക് പോവുകയായിരുന്നു. നിലവിൽ പരിക്കേറ്റവരെ മുണ്ടക്കയം താലൂക്ക് ആശുപത്രിയിലും പീരുമേട് താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പീരുമേടിൽ നിന്നും മുണ്ടക്കയത്തു നിന്നും ഫയർഫോഴ്സ് സംഘവും ഹൈവേ പോലീസും മോട്ടോർ വാഹന വകുപ്പും എല്ലാം സ്ഥലത്ത് രക്ഷാപ്രവർത്തനത്തിനായി എത്തിയിട്ടുണ്ട്. എന്നാൽ ആരുടെയും പരിക്ക് ഗുരുതരമല്ല. സാഗർ, ഈ വലിയ താഴ്ചയിലേക്ക് ബസ് പോയിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അല്ലേ? അതുകൊണ്ടാണ് ഈ രക്ഷപ്പെടുത്താനുള്ള പറ്റിയത്, ഈ വളരെ പെട്ടെന്ന് തന്നെ അവരെയൊക്കെ രക്ഷപ്പെടുത്താൻ സാധിച്ചത്. തീർച്ചയായും ഈ ഭാഗം അനേകം വളവുകളും തിരിവുകളും ഉള്ള ഒരു സ്ഥലമാണ്, കുത്തിറക്കമാണ്. ഈ പ്രദേശത്തിൽ ഇവിടെ ഒരു ഭാഗം വലിയൊരു കൊക്കയാണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഈ ബസ് അപകടത്തിൽപ്പെട്ട ഒരു സ്ഥലം തന്നെ ഏകദേശം 30 അടിയോളം താഴേക്കാണ് ഈ ബസ് പോയിട്ടുള്ളത്. ഈ ഭാഗം തന്നെ താഴെ നിരവധി മരങ്ങളും മറ്റും ഉള്ളതിനാൽ ഈ അപകടത്തിൽപ്പെട്ട ബസ് ഈ മരത്തിൽ തട്ടി നിൽക്കുകയായിരുന്നു. അതിനാൽ തന്നെ ഈ ബസ് അപകടത്തിൽപ്പെട്ട സമയത്ത് തന്നെ കുറച്ചാളുകൾ തനിയെ തന്നെ മുകളിലേക്ക് റോഡിലേക്ക് കയറി വരാൻ സാധിച്ചു. ഇവരാണ് ആദ്യം മറ്റ് വാഹന യാത്രക്കാരെ അറിയിക്കുകയും തുടർന്ന് രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയായിരുന്നു. ഈ മരത്തിൽ തട്ടി നിന്നതിനാൽ തന്നെ ആർക്കും ഒരു കാര്യമായ ഒരു പരിക്ക് സംഭവിച്ചിട്ടുമില്ല. അശ്വതി, ശരി, സാഗറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇടുക്കി പുല്ലുപാറയ്ക്ക് സമീപമാണ് വിനോദയാത്രാ സംഘം അപകടത്തിൽപ്പെട്ടത്. ബസ് KSRTC ബസ് കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. 34 അംഗ സംഘമായിരുന്നു. ഭാഗ്യം, ആർക്കും പരിക്കൊന്നുമില്ല. എല്ലാവരെയും സുരക്ഷിതരായി പുറത്തെത്തിച്ചു എന്നുള്ള വാർത്തയാണ് PS സാഗർ പങ്കുവച്ചത്. ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം നൽകിയ ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. കോടതി നിർദ്ദേശിച്ചാൽ കേസ് ഏറ്റെടുക്കാമെന്ന നിലപാടിലാണ് CBI. ജസ്റ്റിസ് കൗസർ എടപ്പകത്താണ് വിധി പറയുന്നത്. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു. ആജ്ഞ, ഗുഡ് മോർണിംഗ്. ഈ വിഷയം ഒരുപാട് നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇന്ന് കുടുംബത്തിന്റെ ആവശ്യത്തിൽ വിധി വരുമ്പോൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? അശ്വതി, കഴിഞ്ഞ ദിവസങ്ങളിലായി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഹിയറിംഗ് നടക്കുകയും ആവശ്യമുള്ള സാഹചര്യങ്ങളിൽ മാത്രം CBI അന്വേഷണം പോരെ എന്നൊരു
നിർദ്ദേശം അല്ലെങ്കിൽ എന്നൊരു ചോദ്യം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതേസമയം ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെയും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങളാണ് കുടുംബത്തെ ഈ ഹർജിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്നതെന്ന് ഭാര്യ മഞ്ജുഷ തന്നെ പറയുന്നുണ്ട്. കാരണം ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ കഴുത്തിലൊരു പാടുണ്ടായിരുന്നു, അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കഴുത്തിലൊരു പാടുണ്ടായിരുന്നു എന്ന് പറയുന്നു. അതേസമയം അത് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ അതിൻ്റെ സൂചനയില്ല. അതുപോലെ തന്നെ പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തരുത് എന്ന് ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടിട്ട് പോലും അത്തരം കാര്യങ്ങളിൽ നടപടി ഉണ്ടായില്ല തുടങ്ങി നിരവധി കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ADMന്റെ ഭാര്യ അല്ലെങ്കിൽ ADMന്റെ കുടുംബം ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമുക്കറിയാം പെരിയ കേസ് CBIക്ക് വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ആ സമയത്ത് അതല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് അതുമായി ബന്ധപ്പെട്ടുള്ള കേസ് ഡയറിയും അതല്ലെങ്കിൽ അന്വേഷണ റിപ്പോർട്ട് പുരോഗതി റിപ്പോർട്ടും CBIക്ക് കൈമാറുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ കാലതാമസവും അതല്ലെങ്കിൽ അതിനുവേണ്ടി എടുത്തിട്ടുള്ള നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ അത് വൈകിപ്പിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അത്തരമൊരു സാഹചര്യത്തിൽ CBIയെ CPM സർക്കാർ അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാർ അതിനെ ഭയപ്പെടുന്നു എന്നുള്ള ഒരു ആരോപണം കൂടി ശക്തമാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഈ PP ദിവ്യക്കെതിരായ അല്ലെങ്കിൽ നവീൻ ബാബുവിൻ്റെ കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള കുടുംബത്തിന്റെ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നത്. നേരത്തെ തന്നെ അത് മാത്രമല്ല PP ദിവ്യയ്ക്ക് പുതിയ സ്ഥാനം നൽകിയതോടുകൂടി PP ദിവ്യയെ സംസ്ഥാന സർക്കാർ സംരക്ഷിക്കും അല്ലെങ്കിൽ CPM സംരക്ഷിക്കുമെന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തതയായി എന്നും ADMന്റെ കുടുംബം ആരോപിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി സിറ്റിങ്ങുകൾ കഴിഞ്ഞതാണ്. സംസ്ഥാന പോലീസിന് ഈ കാര്യത്തിൽ വിശ്വാസമില്ല. പോലീസിനെ വിശ്വാസമില്ലാത്ത കാര്യകാരണങ്ങൾ സഹിതം ഭാര്യ മഞ്ജുഷ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതായത് കുടുംബത്തിന്റെ അനുമതി കുടുംബം എത്തുന്നതല്ല അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ എത്തുന്നതിന് മുൻപ് തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി അല്ലെങ്കിൽ അടുത്ത ആളുകൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി തുടങ്ങിയ കാര്യങ്ങൾ അല്ലെങ്കിൽ PP ദിവ്യയുമായി ബന്ധപ്പെട്ടുള്ള ആളുകളെ കസ്റ്റഡിയിൽ എടുക്കുന്നത് വൈകിപ്പിച്ചു. PP ദിവ്യയ്ക്ക് ഒളിവിൽ പോകാൻ ഇടമുണ്ടാക്കി. പെട്രോൾ പമ്പിന്റെ സംരംഭകൻ മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്ന പരാതി വ്യാജമാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിരത്തിക്കൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങളിൽ പോലും കൃത്യത ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ കൃത്യമായ നടപടി ഉണ്ടായിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി തന്നെയാണ് നവീൻ ബാബുവിന്റെ കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ CBIക്ക് അന്വേഷണം വിടുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ അതായത് മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്ന വ്യാജ പരാതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണ പരിധിയിൽ വരുമെന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ പെരിയ കൊലപാതക കേസ് CBIക്ക് വിട്ടപ്പോൾ എന്തായാലും അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ADM നവീൻ ബാബുവിന്റെ മരണം കേസ് അത് CBIക്ക് വിടുമോ എന്നുള്ള കാര്യത്തിൽ തീരുമാനം ഇന്നറിയാം. ആജ്ഞ മറ്റൊന്ന് ഉമാ തോമസ് MLA അപകടത്തിൽപ്പെട്ട നൃത്തപരിപാടിയുമായി ബന്ധപ്പെട്ടുള്ള കേസാണ്. ഈ സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുകയാണല്ലോ. അശ്വതി 3 പേരാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട് മുൻകൂർ ജാമ്യാപേക്ഷ തേടിയിരിക്കുന്നത്. ഇതിന്റെ MD നിഗോഷ്, അദ്ദേഹത്തിന്റെ ഭാര്യ മിനി, CEO തുടങ്ങിയ 3 പേരാണ് ഇതുമായി ബന്ധപ്പെട്ട മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതേസമയം പ്രതികളുടെ സാമ്പത്തിക ഇടപാടും പരിശോധിക്കാൻ പോലീസ് തയ്യാറായിട്ടുണ്ട്. നിഗോഷ് കുമാറിന്റെ നിരവധി അക്കൗണ്ടുകൾ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം മരവിപ്പിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അതായത് മൃദംഗനാഥം പരിപാടിക്കിടെ സ്റ്റേജിൽ നിന്നും ഉമാ തോമസ് വീഴാനുണ്ടായിരുന്ന സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി തന്നെ അതല്ലെങ്കിൽ അത്തരമൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഗുരുതരമായ അതായത് മരണം സംഭവിക്കുമെന്ന് അറിഞ്ഞിട്ട് കൂടിയും പ്രതികൾ അതുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷ ഒരുക്കാത്തത് വലിയ ഗുരുതരമായ വീഴ്ചയാണ് എന്ന് തന്നെയാണ് പോലീസ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കും ഒരു പക്ഷേ പോലീസ് കോടതിയിലും ഇതുമായി ബന്ധപ്പെട്ട മുൻകൂർ ജാമ്യവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വയ്ക്കുന്ന സാഹചര്യം അല്ലെങ്കിൽ ഈ പ്രതികൾക്കെതിരെ മുന്നോട്ട് വയ്ക്കുന്ന സാഹചര്യം അത് തന്നെ ആയിരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും ഈ അത്രയും ഉയരത്തിൽ നിന്ന് ഒരു 12 അടി ഉയരത്തിൽ നിന്നും ഒരാൾ കോൺക്രീറ്റ് നിലത്തേക്ക് വീഴാണ്ടായ സാഹചര്യം അതല്ലെങ്കിൽ അത്തരം ഒരു അപകടം ഉണ്ടാകാതിരിക്കാൻ അത് മുൻകൂട്ടി കണ്ടില്ല എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. മാത്രമല്ല ദിവ്യ ഉണ്ണി ഇതുമായി ബന്ധപ്പെട്ട് ഈ അന്വേഷണം നടക്കുന്നതിനിടെ അമേരിക്കയിലേക്ക് പോയതും പോലീസിന് തിരിച്ചടിയാകുന്നുണ്ട്.
ആവശ്യമെങ്കിൽ അത് അവർ കുറേ കാലമായി അമേരിക്കയിൽ തന്നെ സ്ഥിരതാമസമാക്കിയിരിക്കുന്ന ആളാണ്. പക്ഷേ ആവശ്യമെങ്കിൽ ദിവ്യ ഉണ്ണിയെ കേരളത്തിലേക്ക് തിരിച്ചു വിളിക്കാനുള്ള നീക്കവും പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ട്. ഇപ്പോഴും അവർ തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുകയാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിശദവിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് പോകാം. സർക്കാർ ജീവനക്കാർ ക്ഷേമ പെൻഷൻ തുക അനധികൃതമായി കൈപ്പറ്റിയ വിവാദത്തിൽ കാണാതെ പോകുന്ന ചില മാനുഷിക വശങ്ങൾ കൂടിയുണ്ട്. ഇവരിൽ ഒരുപാട് പേർ 13,000 രൂപ മാസശമ്പളം വാങ്ങുന്ന പാർട്ട് ടൈം തൂപ്പുകാരോ പാചകക്കാരോ ഒക്കെയാണ്. ഇവർ വാങ്ങിയ പെൻഷനാകട്ടെ 1,800 രൂപയുടെ വിധവാ പെൻഷനോ ഭിന്നശേഷിക്കാർക്കുള്ള പെൻഷനോ ആണ്. സസ്പെൻഷനിലായതോടെ പലരുടെയും ജീവിതം വലിയ ദുരിതത്തിലാണ്. ഉയർന്ന തസ്തികയിലിരുന്ന് പണം തട്ടിച്ചവർക്ക് വേണ്ടിയല്ല ഈ വാർത്ത. സർക്കാർ ജീവനക്കാർ അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയെന്ന വാർത്ത ഞെട്ടലോടെയാണ് കേരളം കേട്ടത്. എന്നാൽ ഈ കാര്യത്തിന് ഒരു മറുവശമുണ്ട്. ഇതിൽ ബഹുഭൂരിപക്ഷം പേരും ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരാണ്. അതായത് തൂപ്പു ജോലി ചെയ്യുന്ന ജീവനക്കാരാണ്. പലരും നേരത്തെ വിധവ പെൻഷൻ വാങ്ങിയിരുന്നവരാണ്. ഭിന്നശേഷിയുള്ളവരുണ്ട്. 2019 തന്നെ ഈ പെൻഷൻ വാങ്ങുന്നത് നിർത്തിയ ജീവനക്കാരിയും ഇപ്പോൾ സസ്പെൻഷനിലായിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ബാലരാമപുരത്തിനടുത്താണ് ഈ ജീവനക്കാരിയുടെ വീട്. അവരുടെ പേര് നമ്മൾ വെളിപ്പെടുത്തുന്നില്ല. ആ ജീവനക്കാരിയുടെ സഹോദരനാണ് നമുക്കൊപ്പം ചേരുന്നത്. അപ്പോൾ അവൾ 2013 ജോലിക്ക് കയറുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് പാർട്ട് ടൈം സ്വീപ്പറായിട്ടാണ് കയറിയത്. പിന്നെ അത് കാലാവധി കൂടുതലില്ലാത്തത് കൊണ്ട് ആ പാർട്ട് ടൈം സ്വീപ്പറായിട്ട് തന്നെ ഇന്ന് നിലനിർത്തി പോവുകയാണ്. പെർമനൻ്റ് വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 2013 വരെ അവൾ ഈ വിധവാ പെൻഷൻ പറ്റിക്കൊണ്ടിരുന്നതാണ്. ഒരു മകൾ മാത്രമേ ഉള്ളൂ. മകളെ കല്യാണം കഴിച്ച് കൊടുക്കുകയും ചെയ്തു. ഞങ്ങളെല്ലാവരും കൂടെയാണ് കെട്ടിച്ചു കൊടുത്തത്. 2019 ആയപ്പോൾ അപ്പോൾ ഓഫീസിലൊക്കെ പോയി തിരക്കി, പല സ്ഥലത്തും തിരക്കിയപ്പോൾ അവർ പറഞ്ഞത്, ചേച്ചി കുഴപ്പമില്ല, പാർട്ട് ടൈം അല്ലേ ചേച്ചി, പാർട്ട് ടൈം ആയതുകൊണ്ട് ഇതൊന്നും കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ചേച്ചി പൈസ വാങ്ങിച്ചോ എന്ന് പറഞ്ഞു. പക്ഷേ 2019 ആയപ്പോൾ ഞങ്ങൾക്കൊക്കെ ഒരു ചെറിയ ഇൻഫർമേഷൻ കിട്ടി, ഇത് ഏതായാലും ടൈറ്റ് ആവും എന്ന് ഞാൻ അവളോട് പറയുകയും ചെയ്തു. അങ്ങനെ ചെന്ന് 2019 പഞ്ചായത്തിൽ അവിടെ പോയി ഇത് ക്ലോസ് ചെയ്തു. 1458 പേർ അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയെന്നാണ് ധനവകുപ്പ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. വിവിധ വകുപ്പുകൾ ഇവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ റവന്യൂ വകുപ്പിൽ നിന്ന് 34 പേരെയും പൊതുമരാമത്ത് വകുപ്പിൽ നിന്ന് 31 പേരെയും സസ്പെൻഡ് ചെയ്തു. ഇതിൽ റവന്യൂ വകുപ്പിൽ തൂപ്പുജോലിയോ ഓഫീസ് അറ്റൻഡറായോ പ്രവർത്തിച്ചിരുന്ന 22 പേരുണ്ട്. പൂന്തോട്ടത്തിൽ ജോലി ചെയ്ത ഒരാളുണ്ട്. പൊതുമരാമത്ത് വകുപ്പിലാകട്ടെ 34-ൽ 28 പേരും താഴേക്കിടയിൽ ജോലി ചെയ്യുന്നവരാണ്. പാർട്ട് ടൈം സ്വീപ്പർമാർ, പാചകക്കാർ, വാച്ച്മാൻ എന്നിങ്ങനെയാണ് പട്ടിക. എല്ലാവരും നിസ്സാര ശമ്പളം പറ്റുന്നവർ. പലരും പാർട്ട് ടൈം ജോലിക്കാർ. 2 വരുമാനം വാങ്ങിയെന്നൊക്കെ പറഞ്ഞാലും എല്ലാം കൂടി 15,000 രൂപ പോലും തികച്ചില്ല. പലർക്കും നേരത്തെ മുതൽ കിട്ടിക്കൊണ്ടിരുന്നതാണ് ക്ഷേമ പെൻഷൻ. പിന്നീടാണ് പാർട്ട് ടൈം ജോലിയിൽ കയറുന്നത്. ഇങ്ങനെ 2 വരുമാനം തെറ്റാണെന്ന് പോലും അറിയാത്ത പാവപ്പെട്ടവർ. ഇവരിൽ നിന്ന് 18% പലിശയ്ക്ക് ഇതുവരെ വാങ്ങിയ തുക തിരിച്ചു പിടിക്കാനാണ് സർക്കാർ തീരുമാനം. സസ്പെൻഷനിലായതോടെ കിട്ടിക്കൊണ്ടിരുന്ന വരുമാനം ഏതാണ്ട് മുടങ്ങി. അതിന് പിന്നാലെയാണ് പലിശ സഹിതം ഉടൻ പണം തിരിച്ചു പിടിക്കൽ. ഞങ്ങൾ ഇന്ന് കണ്ട തിരുവനന്തപുരം സ്വദേശിയായ സ്ത്രീ അടക്കം ആവശ്യപ്പെടുന്നത് മാനുഷിക പരിഗണന മാത്രമാണ്. ക്ഷേമ പെൻഷൻ വാങ്ങിയ ഗസറ്റഡ് റാങ്കിലുള്ള ജീവനക്കാർക്കൊപ്പം തങ്ങളെ കാണരുതെന്ന അപേക്ഷയും. സി വിനോദിനൊപ്പം വി വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. അതാണ് ഇത്തരത്തിൽ ദുരിതം അനുഭവിക്കുന്നവരും ആ ഉത്തരവിലൂടെ ദുരിതം അനുഭവിക്കുന്നവരുമുണ്ട് എന്നുള്ളതാണ് ഈ വാർത്ത. നേരത്തെ ഈ വാർത്തയുടെ തുടക്കത്തിൽ പറഞ്ഞത് ഉയർന്ന തസ്തികയിലിരുന്ന് പണം തട്ടിയവർക്ക് വേണ്ടിയല്ല ഞങ്ങൾ ഈ വാർത്ത ചെയ്യുന്നതെന്ന് ഒരിക്കൽ കൂടി പറയുകയാണ്. വിനോദിന്റെ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം നഗരഭരണം പിടിക്കാൻ BJPയുടെ സർജിക്കൽ സ്ട്രൈക്ക്. മേയർ സ്ഥാനത്തേക്ക് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനെ ഉയർത്തിക്കാട്ടി മത്സര രംഗത്തേക്ക് ഇറങ്ങാൻ കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശം. മുരളീധരൻ നഗരം കേന്ദ്രീകരിച്ച് പ്രവർത്തനം തുടങ്ങി. പരീക്ഷണം ഫലം ചെയ്യുമോ എന്ന് കണ്ടെത്താൻ ലക്ഷങ്ങൾ മുടക്കി സ്വകാര്യ ഏജൻസിയെ സർവേയ്ക്കും നിയോഗിച്ചു. രമേശ് ചെന്നിത്തലയെ പുകഴ്ത്തി ഫേസ്ബുക്ക് പോസ്റ്റുമായി പാണക്കാട് സാദിഖ് അലി തങ്ങൾ. പട്ടിക്കാട് ജാമിയ സമ്മേളനത്തിൽ രമേശ് ചെന്നിത്തല സംസാരിച്ചത് ഉയർത്തിയാണ് പുകഴ്ത്തൽ. ഫാസിസത്തെ എതിർക്കാൻ വിയോജിപ്പുകളിലും യോജിക്കണമെന്ന ചെന്നിത്തലയുടെ വാക്കുകൾ ഏറ്റെടുത്ത് ഒന്നിച്ചു പോരാടണമെന്ന് ആഹ്വാനം. ജാമിയ സമ്മേളനത്തിലെ ചെന്നിത്തലയ്ക്ക് ഒപ്പമുള്ള ചിത്രം പങ്കുവച്ചാണ് സാദിഖ് അലി തങ്ങളുടെ പോസ്റ്റ്.
ആരെങ്കിലും പുകഴ്ത്തിയാൽ മുഖ്യമന്ത്രിയാവില്ലെന്ന് കെ മുരളീധരൻ. അതിന് കോൺഗ്രസിൽ ചില ചിട്ടവട്ടങ്ങളുണ്ട്. ആള് കൂടുന്നതൊന്നും വലിയ കാര്യമല്ലെന്നും മുന്നണി വിപുലീകരണം ചർച്ച ചെയ്യേണ്ട സമയമായി എന്നും മുരളീധരൻ. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഈ ഘട്ടത്തിൽ ചർച്ച വരുന്നത് അസ്വാഭാവികമെന്ന് UDF കൺവീനർ MM ഹസൻ. സമുദായ സംഘടനകളുടെ യോഗത്തിൽ പങ്കെടുത്തതിനെ ചുറ്റിപ്പറ്റി മാധ്യമങ്ങൾ വാർത്ത ഉണ്ടാക്കുകയാണ്. പ്രഗത്ഭനും ജനസമ്മതനുമായ ഒരാളെ ഹൈക്കമാൻഡ് തിരഞ്ഞെടുക്കുമെന്നും ഹസൻ. NCP LDF വിടില്ലെന്ന് സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ. UDFൽ ചേരുമെന്നത് ചിലരുടെ ഭാവനാ സൃഷ്ടിയാണ്. മന്ത്രി മാറുന്നതിനെക്കുറിച്ച് പാർട്ടിയുടെ തീരുമാനത്തിൽ മാറ്റമില്ലെന്നും ഇത് മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ടെന്നും ചാക്കോ. NCP സംസ്ഥാന നേതൃയോഗം കൊച്ചിയിൽ തുടരുന്നു. കുട്ടനാട് സീറ്റ് CPM ഏറ്റെടുക്കുന്ന കാര്യം ഇതുവരെ ആലോചിച്ചിട്ടില്ലെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. തോമസ് കെ തോമസ് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയതിൽ അസ്വാഭാവികതയില്ല. മന്ത്രിസ്ഥാനം മാത്രമല്ല ചർച്ച ചെയ്യാനുള്ളത്, മണ്ഡലത്തിലെ കാര്യങ്ങളും ചർച്ച ചെയ്യാമെന്നും AK ശശീന്ദ്രൻ. മുൻപ് ഉപേക്ഷിച്ച സിം കാർഡ് ഉപയോഗിച്ച് മറ്റാരോ നടത്തിയ തട്ടിപ്പിന് യുവാവിനെ ജയിലിൽ അടച്ചു. കൊല്ലം സ്വദേശിയെ കേരളത്തിലെത്തി തെലങ്കാന പോലീസ് പിടികൂടിയത് കഴിഞ്ഞ മാസം. ഫോൺ നമ്പർ മറ്റൊരാളുടെ പേരിലേക്ക് മാറിയെന്ന് മനസ്സിലായിട്ടും പോലീസ് വഴങ്ങിയില്ല. വീണ്ടും വാർത്തയിലേക്ക്. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള US പാർലമെന്റിന്റെ ആദ്യ സംയുക്ത സമ്മേളനം ഇന്ന് ചേരും. വൈസ് പ്രസിഡന്റ് കമല ഹാരിസിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേരുക. ഡൊണാൾഡ് ട്രംപിനെ വിജയിയായി സമ്മേളനം പ്രഖ്യാപിക്കും. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്ന് 2 മാസത്തിനു ശേഷമാണ് US പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം ചേരുന്നത്. നവംബർ 5 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട കമല ഹാരിസ് തന്നെ തന്റെ എതിരാളിയായിരുന്ന ഡൊണാൾഡ് ട്രംപിനെ സമ്മേളനത്തിൽ വിജയിയായി പ്രഖ്യാപിക്കുന്ന അപൂർവമായ ചടങ്ങിനും സമ്മേളനം സാക്ഷിയാകും. കമല ഹാരിസിന്റെ അധ്യക്ഷതയിലാണ് സമ്മേളനം നടക്കുക. സെനറ്റ് പ്രസിഡന്റ് എന്ന നിലയിൽ ഇലക്ട്രൽ കോളേജ് വോട്ടുകൾ എണ്ണുന്നതിന് കമല നേതൃത്വം നൽകും. സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് വേദനാജനകമാണെങ്കിലും തന്നിൽ അർപ്പിതമായ ഉത്തരവാദിത്തം കമല ഹാരിസ് നിറവേറ്റുമെന്ന് കമല ഹാരിസിനോട് അടുത്ത വൃത്തങ്ങൾ അറിയിച്ചു. ഇതാദ്യമായല്ല തോൽക്കുന്ന ഒരു സ്ഥാനാർത്ഥി എതിരാളിയുടെ വോട്ടുകൾ എണ്ണാൻ നേതൃത്വം നൽകുന്നത്. 2001 അൽഗോറും 1961 റിച്ചാർഡ് നിക്സണും ഇതേ അപമാനം സഹിച്ചിട്ടുണ്ട്. ജനുവരി 20 ട്രംപ് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്യുക. ന്യൂ ഓർലിയൻസ്, ലാസ് വേഗാസ് സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ സത്യപ്രതിജ്ഞാ ചടങ്ങിന് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. വെടിനിർത്തൽ ചർച്ചകൾ പുനരാരംഭിക്കാനിരിക്കെ ഗസയിൽ ഇസ്രയേൽ ആക്രമണം തുടരുന്നതായി റിപ്പോർട്ട്. അതേസമയം ബന്ദിയാക്കിയ ഇസ്രയേലി യുവതിയുടെ വീഡിയോ ഹമാസ് പുറത്തുവിട്ടു. ഇസ്രയേൽ വീണ്ടും ആക്രമിച്ചാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി മുന്നറിയിപ്പ് നൽകി. അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് സ്ഥാനമേൽക്കും മുമ്പ് ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുത്താനുള്ള ശ്രമം തുടരുകയാണ്. ഖത്തറിന്റെയും ഈജിപ്തിന്റെയും നേതൃത്വത്തിലുള്ള ചർച്ചകൾക്കായി ഇസ്രയേൽ പ്രതിനിധികൾ ദോഹയിൽ തുടരുന്നുമുണ്ട്. ഇതിനിടയിലും ഗസയിൽ ഇസ്രയേൽ ആക്രമണം തുടരുന്നതായാണ് റിപ്പോർട്ട്. ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ കഴിഞ്ഞ ദിവസം ഒരു കുടുംബത്തിലെ 12 പേർ അടക്കം 60 പേർ മരിച്ചിരുന്നു. കഴിഞ്ഞയാഴ്ച വടക്കൻ ഗസയിൽ കമാൽ അദ്വാൻ ആശുപത്രിക്ക് നേരെയും ഇസ്രയേൽ ആക്രമണം നടത്തി. ആശുപത്രികൾ കേന്ദ്രീകരിച്ച് ഹമാസ് ഘടകങ്ങൾ പ്രവർത്തിക്കുന്നുവെന്ന് ആരോപിച്ചാണ് ആശുപത്രികളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ തുടരുന്നത്. ഗസയിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 45,717 കണക്കുകൾ. ഇതിനിടെ ഹമാസ് ബന്ദിയാക്കിയ ലിറി അൽബാഗ് എന്ന 19-കാരിയുടെ വീഡിയോ പുറത്തുവിട്ടിരുന്നു. തന്റെ മോചനം സാധ്യമാക്കണമെന്ന് ഇസ്രയേൽ സർക്കാരിനോട് ഹീബ്രു ഭാഷയിൽ അഭ്യർത്ഥിക്കുന്നതാണ് വീഡിയോയിൽ ഉള്ളത് എന്ന് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഹിസ്ബുള്ളയും ഇസ്രയേലും തമ്മിലുള്ള വെടിനിർത്തൽ കരാറും 1 മാസമായി ലംഘിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹിസ്ബുള്ളയുടെ താവളങ്ങൾ തകർത്തേ ആയുധം താഴെവെക്കൂ എന്ന നിലപാടിലാണ് ഇസ്രയേൽ. ആയുധ സംഭരണശാലകളും ഭൂഗർഭ തുരങ്കങ്ങളും ഉൾപ്പെടെ ലക്ഷ്യമിട്ടാണ് ആക്രമണം. അതിനിടെ ഇസ്രായേലിൽ നിന്നുള്ള ഏതാക്രമണത്തെയും നേരിടാൻ ടെഹ്റാൻ തയ്യാറാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പറഞ്ഞു. ആക്രമണങ്ങൾ ആവർത്തിച്ചാൽ
പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്നും അബ്ബാസ് അരാഗ്ചി മുന്നറിയിപ്പ് നൽകി. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ഇനി ശബരിമല വാർത്തകളിലേക്കാണ് പോകുന്നത്. ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് തുടരുകയാണ്. ഇന്നലെ 87,028 പേരാണ് ദർശനം നടത്തിയത്. 23,562 പേർ സ്പോട്ട് ബുക്കിംഗ് വഴി രജിസ്റ്റർ ചെയ്താണ് മല കയറിയത്. ജി ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ ശബരിമലയിലെ തിരക്ക് എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ് അശ്വതി. പതിവ് തിരക്ക് എന്ന് മാത്രം വിശേഷിപ്പിക്കാം. ഇന്നും രാവിലെ നല്ല തിരക്ക് തന്നെ ശബരിമല സന്നിധാനത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉള്ളതുപോലെ അതിരാവിലെയുള്ള ആ തിരക്കിന്റെ തുടർച്ച, ഫ്ലൈ ഓവർ നിറഞ്ഞ് കവിഞ്ഞ് ഭക്തർ നിറഞ്ഞു നിൽക്കുന്നു. ഒപ്പം തന്നെ വലിയ നടപ്പന്തലിലടക്കം വലിയ തിരക്ക് അനുഭവപ്പെടുന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്നലത്തേതിന്റെ ഒരു തുടർച്ചയാണ്. സാധാരണ ഈ തീർത്ഥാടന കാലത്ത് ഈ ഞായറാഴ്ചകളിൽ ഇത്ര അധികം വലിയ തിരക്ക് ഉണ്ടാകാറില്ല. പലപ്പോഴും 60,000-ലേക്കൊക്കെ താഴ്ന്നു പോയിട്ടുണ്ട്. അതല്ലെങ്കിൽ ഒരു 80,000 വരെയൊക്കെ എത്തിയിട്ടുണ്ട്. പക്ഷെ ഇന്നലെ 87,000 എന്ന് പറയുമ്പോൾ അതൊരു വലിയ തിരക്കാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഈ 70,000 വെർച്വൽ ക്യൂ എന്നുള്ളത് കഴിഞ്ഞ് ബാക്കിയുള്ള 23,000-ൽ പരം ഭക്തർ സ്പോട്ട് ബുക്കിംഗ് വഴി എത്തി എന്നുള്ളതാണ്. പുല്ലുമേട് വഴി 3,439 ഭക്തർ. അതായത് കഴിഞ്ഞ ദിവസത്തെ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 4,500 ഒക്കെ ആയിരുന്നു. പക്ഷെ അത് 3,500-ലേക്ക് കുറഞ്ഞു. പക്ഷേ ഈ മുക്കുഴി വഴി, അതായത് എരുമേലി കാനന പാത വഴി 21,819 ഭക്തർ സന്നിധാനത്ത് ദർശനത്തിനെത്തി എന്നുള്ളതാണ്. രാവിലെയും നിറഞ്ഞ ക്യൂ. അത് ഇനിയുള്ള ദിവസങ്ങളിൽ ക്യൂ തിരക്ക് കുറയുമെന്നൊരു പ്രതീക്ഷ ദേവസ്വം ബോർഡിനും പോലീസിനും ഒന്നുമില്ല. അത് ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ എന്നുള്ള വ്യത്യാസങ്ങൾ ഒന്നുമില്ല. ഓരോ ദിവസവും തിരക്ക് കൂടി വരുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാകുക. പ്രത്യേകിച്ച് 12, 13, 14 തീയതികളിൽ നിയന്ത്രണങ്ങളുണ്ട്. 12-ാം തീയതി 60,000 പേർക്ക് മാത്രമാണ് ദർശനം. 13-ാം തീയതി 50,000. മകരവിളക്ക് ദിവസം രാവിലെ 11 മണിക്ക് ശേഷം ഭക്തരെ സന്നിധാനത്തേക്ക് കടത്തിവിടില്ല. ഇങ്ങനെയൊക്കെയുള്ള നിയന്ത്രണങ്ങൾ കൂടി ഉള്ളതുകൊണ്ട് തന്നെ ഈ അടുത്ത ദിവസങ്ങളിൽ വലിയ തിരക്ക് തന്നെ തുടരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും 18-ാം പടി കഴിഞ്ഞ് വളരെ വേഗത്തിൽ ഭക്തരെ കടത്തിവിടുന്നു. ഇന്നലെ പല സമയങ്ങളിലും അത് ഏതാണ്ട് 80-നും മേലെ 85-നും മേലെയൊക്കെ ഒരു മിനിറ്റിൽ ഭക്തർ കടന്ന് വന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രാവിലെയും വളരെ വേഗത്തിൽ തന്നെ ഭക്തർ കയറി വരുന്ന ഒരു കാഴ്ച തന്നെ ഇന്ന് രാവിലെയും കാണുന്നു. അതായത് 18-ാം പടി വേഗത്തിൽ കടന്നു വരുന്നതുകൊണ്ട് തന്നെ ഭക്തർക്ക് വളരെ വേഗത്തിൽ ദർശനം നടത്തുന്നു. കൂടുതൽ സമയം ക്യൂ നിൽക്കാതെ ദർശനം നടത്താൻ കഴിയുന്ന സാഹചര്യമാണുള്ളത്. ശരി, ജി ശ്രീജിത്താണ് സന്നിധാനത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. ശബരിമലയിൽ ഇപ്പോഴും തിരക്ക് തുടരുകയാണ്. ഇനി കലോത്സവ വാർത്തകൾ. അനന്തകല കേരള സ്കൂൾ കലോത്സവം പവർഡ് ബൈ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. നമ്മുടെ ഭാവിയാണ്, സോ നോ കോംപ്രമൈസ്. ജിടെക് ഇൻ അസോസിയേഷൻ വിത്ത് മിൽമ, രുചിയേറും നിമിഷങ്ങൾ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പിനായി ഇഞ്ചോടിഞ്ച് പോരാട്ടം തുടരുകയാണ്. കലോത്സവം 3-ാം ദിവസത്തിലെത്തുമ്പോൾ കണ്ണൂരും തൃശൂരും കോഴിക്കോടും ഒപ്പത്തിനൊപ്പം മുന്നേറുകയാണ്. അതേസമയം മുഖ്യമന്ത്രി ഇന്ന് പുത്തരിക്കണ്ടം മൈതാനത്ത് എത്തും. അനുശ്രീയാണ് വിവരങ്ങളുമായി ചേരുന്നത്. അനുശ്രീ, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ 3-ാമത്തെ ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കലോത്സവം വൈബൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ പ്രധാനപ്പെട്ട ഇനങ്ങൾ ഏതൊക്കെയാണ് അനുശ്രീ? അശ്വതി, 2-ാം ദിനം കഴിഞ്ഞ് ഇന്ന് 3-ാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ പ്രധാനമായും ഞാനിപ്പോൾ നിൽക്കുന്നത് 1-ാം വേദിയിലാണ്. പ്രധാനമായും ഇന്ന് നടക്കാനിരിക്കുന്നത് ഇവിടെ തിരുവാതിരകളിയാണ്. ഉച്ചയ്ക്ക് ശേഷമാണ് തിരുവാതിരകളി ആരംഭിക്കുക. ഇവിടെ ഇന്ന് 9:30 കൂടി തന്നെ പരിപാടി ആരംഭിക്കും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് ഇന്നലത്തെ തിരക്കാണ്. ഇന്നലെ പ്രധാനമായി ഉണ്ടായിരുന്നത് ആരാധകരുടെ, കലോത്സവ ആരാധകരുടെ പ്രിയപ്പെട്ട ഇനമായ നാടകവും അതോടൊപ്പം തന്നെ ഇത്തവണ സംസ്ഥാന കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പണിയ നൃത്തവുമായിരുന്നു. നാടകത്തിനാണെങ്കിൽ തന്നെ ഏകദേശം രാത്രിയോടടുത്തപ്പോൾ വേദിയിലേക്ക് ആർക്കും കടന്നു ചെല്ലാൻ പറ്റാത്ത രീതിയിലുള്ള വലിയ തരത്തിലുള്ള തിരക്കായിരുന്നു. പണിയ നൃത്തവും അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കാഴ്ചക്കാർക്ക് വലിയൊരു രീതിയിലുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു ആഘോഷം പോലെ തന്നെയായിരുന്നു പണിയ നൃത്തം എന്ന് പറയാം. കാണികളാണെങ്കിലും വലിയ രീതിയിൽ അവർ ആവേശത്തിലായിരുന്നു പണിയ നൃത്തം കാണാൻ. അത്തരത്തിൽ വലിയ ആഘോഷമായിരുന്നു ഇന്നലെ കലോത്സവ വേദിയിൽ നടന്നിരുന്നത് എന്ന് പറയാം.
ഇന്നത്തെ അതുപോലെ തന്നെ പോയിന്റിലേക്ക് കടക്കുമ്പോൾ കണ്ണൂരാണ് 2 ദിവസമായിട്ട് മുന്നിൽ നിൽക്കുന്നത്. 449 പോയിന്റോടുകൂടി കണ്ണൂരാണ് മുന്നിൽ. കോഴിക്കോടാണ് 3-ാം സ്ഥാനത്ത്. തൃശ്ശൂർ 448 പോയിന്റോടെ 2-ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ഇന്ന് പരിപാടി ആരംഭിക്കുന്നതോടെ നമുക്ക് പോയിന്റ് നിലയിലുള്ള കാര്യങ്ങൾ മാറ്റം വരും. എങ്കിലും കണ്ണൂർ തന്നെ തുടരുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. 3-ാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ 9:30യോടുകൂടി ഈ വേദിയിൽ പരിപാടി ആരംഭിക്കും. ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് കുച്ചിപ്പുടിയാണ്. മറ്റ് വേദികളിൽ ചവിട്ടുനാടകം, മയും അടക്കമുള്ള പ്രധാനപ്പെട്ട മറ്റ് പരിപാടികൾ, കലാപരിപാടികൾ, മത്സര ഇനങ്ങൾ നടക്കും. ഏകദേശം 45ഓളം വരുന്ന മത്സര ഇനമാണ് ഇന്ന് നടക്കാനിരിക്കുന്നത്. ഇന്നലെ മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളെ കണ്ടിരുന്നു. അതുപോലെ തന്നെ ഇന്ന് മുഖ്യമന്ത്രി പുത്തരിക്കണ്ടം മൈതാനം സന്ദർശിക്കുന്നുണ്ട്. മൈതാനത്തെ ഭക്ഷണശാലയാണ് മുഖ്യമന്ത്രി സന്ദർശിക്കുക. പ്രധാന വേദിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ആൾക്കാരൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. മത്സരം 9:30യോടെ ആരംഭിക്കുമ്പോഴേക്കും ഇവിടെ കാണികളും മത്സരാർത്ഥികളും അതോടൊപ്പം തന്നെ മറ്റ് രക്ഷിതാക്കളും എല്ലാവരും എത്തിച്ചേരും. ശരി അനുശ്രീ, എന്തായാലും അവിടെ മത്സരങ്ങൾ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അനുശ്രീ പറഞ്ഞതുപോലെ ഇന്നലെ നാടക മത്സരം കാണാൻ നമ്മൾ ആ തിരക്ക് പ്രതീക്ഷിച്ചതുമാണ്. കാരണം ഞായറാഴ്ചയാണ്. തിരുവനന്തപുരത്തുകാർ അത്ര കലാപ്രേമികളല്ല എന്നൊക്കെ പറഞ്ഞവരുണ്ട്. പക്ഷെ അങ്ങനെ പറഞ്ഞവർ ഇന്നലെ ഒന്ന് കാണണമായിരുന്നു. അങ്ങോട്ടേക്ക് കടക്കാനാകാത്ത വിധം വലിയ തിരക്ക് നാടകവേദിയിലുണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോ തിരക്ക് താരതമ്യേന കുറയാനാണ് സാധ്യത. ഇന്ന് തിങ്കളാഴ്ചയാണ്, എല്ലാവർക്കും ജോലിക്ക് പോകേണ്ട 2 ദിവസങ്ങൾ, ശനിയും ഞായറും നല്ല തിരക്ക് പല സ്റ്റേജുകളിലും പല വേദികളിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് ഇനിയുള്ള വിശേഷങ്ങളൊക്കെ അനുശ്രീയിലേക്ക് വരാം. അതിനു മുമ്പ് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ നിന്ന് രക്ഷപ്പെട്ട മുത്തശ്ശിയെ നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. അവർക്ക് കാവലായി നിന്ന കാട്ടാനയുടെ കഥ നാടോടി നൃത്ത വേദിയിലേക്ക് എത്തിയിരുന്നു. തൃശൂർ സേക്രഡ് ഹാർട്ട് സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ജെനിഫർ ടിനോയാണ് വയനാട് ദുരന്തത്തിലെ ഈ സംഭവം അരങ്ങിലേക്ക് എത്തിച്ചത്. കേരളത്തെ ഞെട്ടിച്ച മഹാദുരന്തം കലോത്സവ വേദിയിൽ പല ഇനങ്ങളിലൂടെ അരങ്ങിലെത്തി കഴിഞ്ഞു. എന്നാൽ കാട്ടിൽ അഭയം തേടിയ മുത്തശ്ശിക്കും പേരക്കുട്ടിക്കും ഒരു രാത്രി മുഴുവൻ കാവൽ നിന്ന കാട്ടുകൊമ്പന്റെ കഥയാണ് ഈ കൊച്ചുമിടുക്കിയുടെ കണ്ണിൽ ഉടക്കിയത്. കഥ പാട്ടായി, പിന്നെ നൃത്തമായി. ആദ്യമായി സംസ്ഥാന കലോത്സവ വേദിയിലെത്തുമ്പോൾ കാട്ടാനയുടെ കനിവിന്റെയും കരുതലിന്റെയും കഥ പറഞ്ഞ ആടിത്തകർത്ത ജെന്നിഫർ ടിനോയ്ക്കും മികച്ച പ്രകടനം നടത്താനായതിന്റെ സന്തോഷമുണ്ട്. ലോകത്ത് ഇത്ര ഞെട്ടിപ്പിച്ച ഒരു സംഭവമായിരുന്നു, ഒരു ദുരന്തമായിരുന്നു വയനാട് ദുരന്തം. അതെല്ലാവരിലേക്ക് ഒരു നൃത്ത രൂപത്തിൽ എത്തിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഒരു അമ്മാമ്മനെ കുട്ടീനൊക്കെ രക്ഷിക്കുന്ന ഒരു ആനയുണ്ടായിരുന്നു. ആനേനെ നമ്മൾ മെയിൻ കഥാപാത്രമായിട്ട് എടുത്തു. അങ്ങനെ ഒരു ആരും പ്രതീക്ഷിക്കുന്നില്ല, അതാരും പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പോൾ വയനാട് ദുരന്തം എന്ന് പറയുമ്പോൾ ദുരന്തം, ഉരുൾപൊട്ടലും മണ്ണിടിച്ചില്ല, അത് മാത്രം എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഈ കഥാപാത്രത്തിന് നമ്മൾ ഇതിനേക്ക് എടുക്കുന്ന ആരും പ്രതീക്ഷിക്കുന്നില്ല. പൊമ്മി എന്ന പേരാണ് കൊടുത്തത്. കയ്യിൽ കരിമ്പുമായി കാട്ടാനയുടെ കഥ അവതരിപ്പിച്ച ജെന്നിഫറിന് പിന്തുണയുമായി കുടുംബമൊട്ടാകെ ഉണ്ടായിരുന്നു. ഹരികൃഷ്ണൻ, ന്യൂസ് 18, തിരുവനന്തപുരം. 87 സെന്റിമീറ്ററാണ് തൃശൂർ ചൊവ്വന്നൂർ സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ്സുകാരിയായ ദൈതയുടെ ഉയരം. പ്രകടനത്തിന്റെ ഉയരം കൊണ്ട് നാടോടി നൃത്തത്തിന്റെ കാഴ്ചക്കാരെ കീഴടക്കിയിരിക്കുകയാണ് ഈ കൊച്ചുമിടുക്കി. കയ്യിലൊരു പോരുകോഴിയുമായി വിമൻസ് കോളേജ് ഗ്രൗണ്ടിലൂടെ തെക്ക് വടക്ക് നടക്കുന്ന ദവിത പെട്ടെന്ന് ആരുടെയും കണ്ണിലുടക്കും. 87 സെന്റിമീറ്ററാണ് ഉയരം. ആളുപുലിയാണ്, 2 കൂടപ്പിറപ്പുകളുടെ ചേച്ചിയാണ്. ചെറുപ്രായത്തിൽ തന്നെ ദ്വൈതയിൽ വളർച്ചാ ഹോർമോണുകളുടെ അഭാവമുണ്ട്. അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങളും ചികിത്സയും തുടരുന്നുണ്ട്. ബൈ ബർത്തിൽ തന്നെ ചെറിയൊരു ഡെഫിഷ്യൻസി ഗ്രോത്തിൽ ഉണ്ടായിരുന്നു. അതിന് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അത് കാരണം ഷോർട്ട് സ്ട്രെച്ചറായിട്ടാണ് അവൾ ഗ്രോത്ത് പിക്കപ്പ് ചെയ്യുന്നത്. ഈ വർഷം ഞാൻ എന്തായാലും വേണ്ടില്ല, കൊണ്ടുവന്നേ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് കോർട്ട് ഓർഡർ എടുത്തിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അവൾ കളിച്ചു. ആ കളിച്ചു കണ്ടതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഇതിനൊക്കെ എന്തെങ്കിലും ഒരു തീരുമാനമാക്കണം. ഈ വക പ്രശ്നങ്ങൾ ഗവൺമെൻറ് മുന്നിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നിൽക്കുന്നത്. ഞാൻ എങ്ങനെയാലും അടുത്ത വർഷത്തെ കലോത്സവം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രയത്നത്തിന് ഇറങ്ങുകയാണ് ഇനി ഇത് കഴിഞ്ഞിട്ട്. ഞായറാഴ്ച രാവിലെ തുടങ്ങിയ മത്സരത്തിൽ പങ്കെടുക്കാൻ ദ്വൈതയും അച്ഛനും മാഷും ശനിയാഴ്ച പാതിരാത്രിയാണ് തൃശ്ശൂരിൽ നിന്ന് പുറപ്പെട്ടത്. ഞായറാഴ്ച പുലർച്ചെ തലസ്ഥാനത്തെത്തി. അപ്പീൽ അനുവദിച്ച് കിട്ടിയപ്പോൾ വൈകി, അതാണ് കാര്യം. പക്ഷേ ആ തിടുക്കമൊന്നും പ്രകടനത്തിൽ കണ്ടില്ല. നല്ലതുപോലെ കളിക്കാൻ പറ്റിയെന്നാണ് ദ്വൈത പറയുന്നത്.
പെർഫോം ചെയ്തു. ആണോ? അതെ. ആ പാട്ടുകളൊക്കെ എന്താ പറയും? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ആണോ? ഗംഭീരം അല്ലേ? എന്താ ഇതെന്താ കോഴി കോഴിയായിട്ട് കോഴി വിൽപ്പനയാണോ? അല്ലല്ല, അത് കണ്ണകി എന്നുള്ള സിനിമല്ലേ, അതുമായി ബന്ധപ്പെട്ടതാണ്. അതിലെ കോഴിപ്പോര് നടത്തുന്ന ആ കോഴി അതിനെ റെപ്രസെന്റ് ചെയ്തിട്ടാണ്. കണ്ണകിയുടെ കഥയാണ് ദ്വൈത വേദിയിൽ അവതരിപ്പിച്ചത്. ദ്വൈത എന്നാൽ ദേവത എന്നാണ് സംസ്കൃതത്തിൽ അർത്ഥം. ബിലൗഡ് എന്ന് ഇംഗ്ലീഷിലും പറയാം. ദ്വൈത പ്രിയപ്പെട്ടവള. കലോത്സവ വേദിയിൽ നിന്നും എസ് ലല്ലു, ന്യൂസ് 18. അനന്തകല കേരള സ്കൂൾ കലോത്സവം പവർഡ് ബൈ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. നമ്മുടെ ഭാവിയാണ്, സോ നോ കോംപ്രമൈസ്. ജിടെക് ഇൻ അസോസിയേഷൻ വിത്ത് മിൽമ, രുചിയേറും നിമിഷങ്ങൾ. കലോത്സവ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. പ്രേക്ഷകരിലേക്ക് കൂടുതൽ വാർത്തകൾ എത്തിക്കാനുണ്ട്. പക്ഷെ അതിനു മുമ്പ് ഇന്ന് സംഭവിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് വളരെ വേഗത്തിൽ നോക്കി വരാം. PV അൻവർ ഇന്ന് ജാമ്യാപേക്ഷ നൽകും. നിലമ്പൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കുന്നത് നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് തകർത്ത കേസിൽ. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം വേണമെന്ന ഹർജിയിൽ വിധി ഇന്ന്. നവീൻ ബാബുവിന്റെ ഭാര്യ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി വിധി പറയുക. സംസ്ഥാന സ്കൂൾ കലോത്സവം 3ാം ദിനം. കണ്ണൂരും കോഴിക്കോടും തൃശൂരും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. മുഖ്യമന്ത്രി പുത്തരിക്കണ്ടത്തെ ഭക്ഷണ കലവറ ഇന്ന് സന്ദർശിക്കും. സിറോ മലബാർ സഭ 33ാമത് സിനഡ് ഇന്ന് ആരംഭിക്കും. 11 വരെ നീണ്ടു നിൽക്കുന്ന സിനഡ് മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ ഉദ്ഘാടനം ചെയ്യും. ക്യാമ്പസിൽ വ്യവസായശാല പദ്ധതിയിലെ സംസ്ഥാനത്തെ ആദ്യ യൂണിറ്റ് പാലക്കാട് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ പ്രവർത്തനം ആരംഭിക്കും. സ്റ്റാർട്ടപ്പായ ജെൻ റോബോട്ടിക്സ് നിർമ്മാണ യൂണിറ്റാണ് ഗവൺമെന്റ് പോളിടെക്നിക് ക്യാമ്പസിൽ പ്രവർത്തനം തുടങ്ങുന്നത്. തെലങ്കാനയിലെയും ജമ്മുവിലെയും റെയിൽവേ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. രായഗഡ റെയിൽവേ സ്റ്റേഷൻ ഡിവിഷനിൽ കെട്ടിടത്തിനും തറക്കല്ലിടും. ഫെബ്രുവരിയിൽ നടക്കാനിരിക്കുന്ന ICC ചാമ്പ്യൻസ് ട്രോഫിക്ക് മുന്നോടിയായി BCCI യോഗം ഇന്ന്. ടീം മാനേജ്മെന്റ് യോഗത്തിൽ സ്ക്വാഡ് നിർണയ ചർച്ചകൾ ആരംഭിക്കും. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള US പാർലമെന്റിന്റെ ആദ്യ സംയുക്ത സമ്മേളനം ഇന്ന്. വൈസ് പ്രസിഡന്റ് കമല ഹാരിസിന്റെ അധ്യക്ഷതയിലാണ് ഡൊണാൾഡ് ട്രംപിനെ വിജയിയായി സമ്മേളനം പ്രഖ്യാപിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് സംഭവിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നമുക്കിനി വീണ്ടും തിരിച്ച് കലോത്സവ വാർത്തകളിലേക്ക് പോകാം. അനന്തകല കേരള സ്കൂൾ കലോത്സവം പവർഡ് ബൈ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. നമ്മുടെ ഭാവിയാണ്, സോ നോ കോംപ്രമൈസ്. ജിടെക് ഇൻ അസോസിയേഷൻ വിത്ത് മിൽമ, രുചിയേറും നിമിഷങ്ങൾ. കലോത്സവങ്ങളിലൂടെ വളർന്നു വന്ന കലാകാരന്മാർക്ക് ഈ വേദികൾ എന്നും നല്ല ഓർമ്മകൾ കൂടിയാണ്. ഭരതനാട്യ വേദിയിലെത്തിയ അദ്രിജ പണിക്കർക്കും അത് അങ്ങനെ തന്നെയാണ്. കലയെ നെഞ്ചോട് ചേർത്ത ഈ നർത്തകി കലോത്സവ വേദിയിലെ ആദ്യ ട്രാൻസ് വിധികർത്താവ് കൂടി ആയിരുന്നു. നർത്തകി, അധ്യാപിക, അതിനൊക്കെ പുറമെ എൻ്റെ പുറകിൽ നിൽക്കുന്ന ഈ ഗസ്റ്റ് കുറച്ച് സ്പെഷ്യലാണ്. കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ വിധികർത്താവാണ് കലോത്സവങ്ങളിലെ അദ്രിജ പണിക്കർ. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വർഷങ്ങളോളം നീണ്ട ഒരു പോരാട്ടത്തിൻ്റെ ഫലം എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ 2022 കേരളത്തിൽ നിന്നുള്ള ആദ്യ ട്രാൻസ് യുവതി ഹുസ് ബീങ് നാഷണൽ അവാർഡിൻ്റെ ജൂറി ആകുന്നത് ഞാനായിരുന്നു. അതിനുശേഷം ഇതുപോലെ കേരള കലോത്സവ ചരിത്രത്തിൻ്റെ ഭാഗമാകുന്ന രീതിയിൽ ഒരു വിധികർത്താവാകാൻ ഒരു അവസരം ലഭിക്കുന്ന ആ കോള് വരുമ്പോൾ തന്നെ I felt so proud. ഫോക്കസ് ചെയ്യുന്നത് ഏതിലാണ്? I'm basically a Bharatanatyam dancer. I'm
ദൂരദർശൻ എ ഗ്രേഡ് ആർട്ടിസ്റ്റ് ഇൻ ഭരതനാട്യം. ഓൾസോ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്പിക്മെക്കായുടെ ഭരതനാട്യം എംപാനൽഡ് ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഭരതനാട്യമാണ് എൻ്റെ കുട്ടിക്ക്, ഭരതനാട്യത്തിലാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇന്ന് ഈ പൊസിഷനിലേക്ക് എത്തുന്ന ഒരു സഞ്ചാരം എന്ന് പറയുന്നത് നമുക്ക് ചെറിയൊരു സമയം കൊണ്ട് പറയാൻ പറ്റുന്നൊരു കാര്യമല്ല. എങ്കിൽ കൂടി ഒരു സ്ട്രഗ്ലിങ്ങിൻ്റെ പീരീഡായിരുന്നു, സർവൈവലിൻ്റെ പീരീഡായിരുന്നു, ഞാൻ ആരാണ് എന്ന് തിരിച്ചറിയലിൻ്റെ പീരീഡായിരുന്നു. സ്വന്തം സ്വത്വബോധത്തിൽ ഞാൻ എന്താണോ അങ്ങനെ ജീവിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ, ഒരു ഡിസിഷൻ്റെ കൂടിയിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു ആ ഒരു ട്രാവൽ എന്ന് പറയുന്നത്. ത്രിജ ഒരുപാട് കാലമായിട്ട് കലോത്സവ വേദികളിലുള്ള ആളാണ്. അന്നത്തെ ഒരു കാലത്ത് നിന്ന് ഇപ്പോൾ ഈ 2025 ആയി നിൽക്കുമ്പോൾ എത്രത്തോളം മാറ്റം വന്നിട്ട്, പോസിറ്റീവായ മാറ്റം വന്നിട്ട്? പോസിറ്റീവായ മാറ്റം എന്ന് പറയാൻ എനിക്ക് തോന്നുന്നു ഒരു വിധം ഈ ഒരു ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഫെയർ ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, ഒരു വിധം. പിന്നെ അത് കഴിഞ്ഞ് ഈ കലോത്സവ വേദികളിൽ ഞാനൊക്കെ മത്സരിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന അടികളുണ്ട്, പാരൻസും ഡാൻസ് ടീച്ചേഴ്സും തമ്മിലുള്ള അടിബഹളം ഇപ്പോൾ അത് കാണാനില്ല, അത് കുറഞ്ഞിട്ടുണ്ട്. കലോത്സവ ഐറ്റങ്ങളിൽ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ പണ്ട് കാലങ്ങളിൽ ഒരു ടിപ്പിക്കൽ ഫോർമാറ്റ് ഉണ്ടായിരുന്നതിന് വ്യത്യസ്തമായിട്ട് ഇന്ന് വ്യത്യസ്തങ്ങളായ കൺസെപ്റ്റുകൾ, വ്യത്യസ്തങ്ങളായ കണ്ടക്സ്റ്റുകളൊക്കെ കലോത്സവ ഇനങ്ങളിൽ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ താങ്ക് യു അദ്രിജ. എന്തായാലും ഒരു ഇൻസ്പിറേഷൻ ആണ് എപ്പോഴും. അത് നർത്തകിയായിട്ടാണെങ്കിലും എഴുത്തുകാരിയായിട്ടാണെങ്കിലും അത് ഭയങ്കര പ്രൗഡ് ഓഫ് യു, പറയാണ്ടിരിക്കാൻ പറ്റില്ല. താങ്ക് യു സോ മച്ച്. അപ്പോൾ അതാണ് അദ്രിജ, കലോത്സവ വേദികളിലൂടെ വന്ന ഒരാളാണ്. അതിനപ്പുറം എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷനാണ്, ഏതൊരാൾക്കും. അതിപ്പോൾ കലയെ അത്രത്തോളം സ്നേഹിക്കുന്ന ഒരാൾക്ക് അങ്ങനെ വളരെയധികം ഇൻസ്പിറേഷൻ ആയിട്ടുള്ള അദ്രിജയാണ് നമുക്കൊപ്പം ഉണ്ടായിരുന്നത്. ഐഷത്തുൽ ഷംന, ന്യൂസ് 18. അനന്തകല കേരള സ്കൂൾ കലോത്സവം പവർഡ് ബൈ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. നമ്മുടെ ഭാവിയാണ്, സോ നോ കോംപ്രമൈസ്. ജിടെക് ഇൻ അസോസിയേഷൻ വിത്ത് മിൽമ, രുചിയേറും നിമിഷങ്ങൾ. ഇപ്പോൾ വരുന്ന ഏറ്റവും ദുഃഖകരമായ വാർത്ത, ഇടുക്കി പുല്ലുപാറയ്ക്ക് സമീപം KSRTC ബസ് കൊക്കയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ 3 പേർ മരിച്ചു എന്ന വാർത്ത വരികയാണ്. മാവേലിക്കരയിൽ നിന്നും തഞ്ചാവൂരിലേക്ക് വിനോദയാത്ര പോയ സംഘം സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടിരുന്നത്. നമുക്ക് നേരത്തെ വിവരങ്ങൾ ലഭിച്ചിരുന്നത് ഈ 34 പേരാണ് ഈ ബസ്സിലുണ്ടായിരുന്നതെന്നും അവരെ എല്ലാവരെയും രക്ഷിക്കാനായി എന്നും വലിയ പരിക്കുകളില്ല എന്നുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ദുഃഖകരമായ വാർത്ത പുറത്തു വരുന്നു. 3 പേർ മരിച്ചു എന്ന വാർത്ത വരുന്നു. വളരെ താഴ്ചയിലേക്കാണ് ആ ബസ് മറിഞ്ഞത്. 34 പേരടങ്ങുന്ന സംഘമാണ് ആ ബസ്സിൽ ഉണ്ടായിരുന്നത്. അവിടെ രക്ഷാപ്രവർത്തനമൊക്കെ കൃത്യസമയത്ത് നടത്താൻ പറ്റി എന്നായിരുന്നു നമുക്ക് നേരത്തെ വിവരം ലഭിച്ചതെങ്കിൽ ഇപ്പോൾ 3 പേരുടെ മരണം സ്ഥിരീകരിക്കുകയാണ്. മാവേലിക്കരയിൽ നിന്നും തഞ്ചാവൂരിലേക്ക് വിനോദയാത്ര പോയ സംഘം സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. യാത്രക്കാരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നേരത്തെ തന്നെ നമ്മൾ കണ്ടതാണ്. 2 പുരുഷന്മാരും ഒരു സ്ത്രീയുമാണ് മരിച്ചതെന്നറിയുന്നു. PA സാഗർ വിവരങ്ങളുമായി ചേരുന്നു. സാഗർ, എന്തൊക്കെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ? സാഗറിലേക്ക് വരാം. എന്തായാലും ഇപ്പോൾ അതിദുഃഖകരമായ വാർത്ത വരുന്നു. നമ്മൾ നേരത്തെ ആ വാർത്ത എടുത്തപ്പോൾ 34 പേരും രക്ഷപ്പെട്ടു എന്ന വിവരമായിരുന്നു നമുക്ക് ലഭിച്ചിരുന്നത്. അത് ഏറെ ആശ്വാസകരവുമായിരുന്നു. ഇത്രയും താഴ്ചയിലേക്ക് ആ ബസ് മറിഞ്ഞിട്ടും ആർക്കും അപകടമൊന്നും സംഭവിച്ചില്ല, ഗുരുതര പരിക്കില്ല എന്ന രീതിയിലായിരുന്നു വാർത്തകൾ വന്നിരുന്നെങ്കിൽ ഇപ്പോൾ മാവേലിക്കര സ്വദേശികളായ 3 പേരുടെ മരണം സ്ഥിരീകരിക്കുകയാണ്. പുല്ലുപാറയ്ക്ക് സമീപമാണ് ഈ ബസ് കൊക്കയിലേക്ക് മറിഞ്ഞത്. KSRTC ബസ്സാണ്. തഞ്ചാവൂരിലേക്ക് വിനോദയാത്ര പോയ സംഘമാണ് ഈ ബസ്സിൽ ഉണ്ടായിരുന്നത്. നേരത്തെ യാത്രക്കാരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. കൂടുതൽ ആളുകളെയും വലിയ പരിക്കൊന്നുമില്ലാതെ പുറത്തെടുത്തു എന്നായിരുന്നു ആ സമയത്ത് നമുക്ക് ലഭിച്ച വിവരം. വിനോദയാത്ര പോയി മടങ്ങിയെത്തിയ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. വളവിൽ വെച്ച് ബസ് നിയന്ത്രണം വിട്ട് 30 അടിയോളം താഴ്ചയിലേക്ക് മറിഞ്ഞു എന്നാണ് വിവരം. PA സാഗർ ചേരുന്നു. സാഗർ, എന്തൊക്കെയാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ? ഇപ്പോൾ ഇവിടുന്ന് ലഭ്യമാകുന്ന വിവരം, ഇവിടെ ഈ അപകടത്തിൽ ഇന്ന് രാവിലെ ഉണ്ടായ അപകടത്തിൽ 3 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. മാവേലിക്കര സ്വദേശികളായ 2 പുരുഷന്മാരും ഒരു സ്ത്രീയുമാണ് മരണപ്പെട്ടതായി നമുക്ക് വിവരം ലഭിക്കുന്നത്. ഇന്ന് രാവിലെ ഉണ്ടായ അപകടത്തിൽപ്പെട്ട ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നു. ഇവരെ മുണ്ടക്കയത്തും പീരുമേടുമുള്ള താലൂക്ക് ആശുപത്രികളിൽ പരിക്കേറ്റവരെ പ്രവേശിപ്പിച്ചു. ഇവരിൽ 3 പേരുടെ നില ആദ്യമേ തന്നെ ഗുരുതരമായതായി ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിരുന്നു. അവരാണ് ഇപ്പോൾ മരണപ്പെട്ടതായി അറിയിപ്പ് ലഭിക്കുന്നത്. എന്തായാലും ഇന്ന് മാവേലിക്കരയിൽ നിന്നും വിനോദയാത്ര പോയി മടങ്ങിയ സംഘം സഞ്ചരിച്ച KSRTC ബസ്സാണ്
കൊക്കയിലേക്ക് മറിഞ്ഞ് ഇത്തരത്തിൽ ദാരുണമായ ഒരു അപകടം ഉണ്ടായത്. 34 പേരടങ്ങുന്ന സംഘം തഞ്ചാവൂരിലേക്ക് വിനോദയാത്ര പോയി ഇന്ന് രാവിലെ തിരികെ വരികയായിരുന്നു. ഈ കുട്ടിക്കാനത്തിനും മുണ്ടക്കയത്തിനും ഇടയിൽ പുല്ലുപാറ എന്ന സ്ഥലത്താണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. ഈ പ്രദേശം വളവും തിരിവും നിറയുള്ള ഒരു സ്ഥലമാണ്. ഇതിന്റെ ഒരു ഭാഗം കൊക്കയാണ്. ഇവിടേക്കാണ് ഈ ബസ് മറിഞ്ഞത്. 30 അടിയോളം താഴ്ചയിലേക്കാണ് ബസ് അപകടത്തിൽ 30 അടി താഴ്ചയിലേക്ക് ബസ് മറിഞ്ഞാണ് അപകടത്തിൽപ്പെട്ടത്. അപകടം നടന്ന ഉടൻ തന്നെ മുണ്ടക്കയത്ത് നിന്നും പീരുമേടിൽ നിന്നൊക്കെ ഫയർഫോഴ്സ് സംഘവും ഹൈവേ പോലീസ് സംഘവും മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ ഉൾപ്പെടെ സ്ഥലത്തേക്ക് എത്തിയിരുന്നു. ബസിന്റെ ബ്രേക്ക് നഷ്ടമായതാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിക്കാൻ ഇടയായതെന്നാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരം. ഈ വിവരം ഡ്രൈവർ മറ്റ് യാത്രക്കാരോട് പറഞ്ഞിരുന്നു ബ്രേക്ക് നഷ്ടമായെന്ന്. ഉടൻ തന്നെയാണ് അപകടത്തിൽപ്പെട്ടത്. ഈ 30 അടി താഴ്ചയിലേക്ക് ബസ് പോയപ്പോൾ തന്നെ മരങ്ങളിൽ തട്ടി ബസ് നിൽക്കുകയായിരുന്നു. അതിനാൽ തന്നെ അതിലുണ്ടായിരുന്ന കുറച്ച് യാത്രക്കാർ റോഡിലേക്ക് കയറി നിന്ന് മറ്റു വാഹനയാത്രക്കാരെ അറിയിച്ചാണ് അപകടം ഉണ്ടായ വിവരം അറിയിച്ച് തുടർന്നാണ് രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്. എന്തായാലും 3 പേർ മരണപ്പെട്ടിട്ടുണ്ട്. അശ്വതി സാഗർ, അതാണ് ഈ 2 ജീവനക്കാരും ബാക്കിയുണ്ടായിരുന്ന ആളുകൾ 36 പേരാണ് ഈ ബസ്സിൽ ഉണ്ടായിരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. സാഗർ പറഞ്ഞ പോലെ 30 അടി താഴ്ച എന്ന് പറയുമ്പോൾ അത് ബസ് അത്രയും തവണ മലക്കം മറിഞ്ഞായിരിക്കും അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടാവുക. വലിയൊരു അപകടമാണ്. ഇപ്പോൾ 3 പേർ മരിച്ചു എന്ന വാർത്ത വരുന്നു. ആ സമയത്ത് തന്നെ രക്ഷാപ്രവർത്തനം നടക്കാൻ കഴിഞ്ഞു. ഈ ബസ്സിലുണ്ടായിരുന്നവർ തന്നെ മുകളിലേക്ക് എത്തി ആളുകളെ അറിയിക്കുകയായിരുന്നു അല്ലെ, വിവരം അറിയിക്കുകയായിരുന്നു. തീർച്ചയായും ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് മാവേലിക്കരയിൽ നിന്നും തഞ്ചാവൂരിലേക്ക് ഈ 34 യാത്രക്കാരും 2 ജീവനക്കാരും ഉൾപ്പെടെയുള്ള സംഘം വിനോദയാത്രയ്ക്കായി പുറപ്പെട്ടത്. ഇവർ അവിടെ സന്ദർശിച്ച് തിരികെ വരും വഴിയാണ് അപകടത്തിൽപ്പെട്ടത്. ഈ വഴി ഈ കുട്ടിക്കാനം മുണ്ടക്കയം ഈ പുല്ലുപാറ എന്ന് പറയുന്ന വഴി ഇപ്പോൾ മണ്ഡലകാലം ആരംഭിച്ചതിനാൽ തന്നെ അധികം തിരക്കുള്ള ഒരു റോഡാണ്. ഈ വഴി ഇടുക്കിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അതായത് പ്രത്യേകം ഈ പുല്ലുപാറ തുടങ്ങിയ ഭാഗങ്ങളിൽ പ്രത്യേകത റോഡിന് നിറയെ വളവും ഇറക്കങ്ങളും ഉള്ള ഒരു പ്രദേശമാണ്. പരിചിതമല്ലാത്ത ഒരു ഡ്രൈവിംഗിൽ ഇത്തരത്തിൽ വ്യാപകമായ ഒരു അപകടം സംഭവിക്കുന്ന ഒരു മേഖല കൂടിയാണ് ഇവിടം. ഒരു റോഡിന്റെ ഒരു ഭാഗം അഗാധമായ ഒരു കൊക്കയാണ്, നിറയെ ഒരുപാട് താഴ്ചയുള്ള ഒരു കൊക്കയാണ്. ഈ കൊക്കയിലേക്കാണ് ഈ ബസ് മറിഞ്ഞ് അപകടത്തിൽ ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. ബസ് നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ് അപകടത്തിന് കാരണമെന്നാണ് ലഭിക്കുന്ന പ്രാഥമിക വിവരമെങ്കിലും ഈ ഭാഗത്ത് വളവുകളും തിരിവുകളും അനേകം ഉള്ളതിനാൽ തന്നെ പരിചയക്കുറവുള്ള ഡ്രൈവർമാരുടെ ഒരു അശ്രദ്ധയും മറ്റും ഇവിടെ അപകടം നിത്യേന ഉണ്ടാകാറുള്ള ഒരു മേഖല കൂടിയാണ് ഇവിടെ. എന്തായാലും ഇന്ന് അപകടത്തിൽപ്പെട്ട ഉടൻ തന്നെ ഈ ബസ്സിൽ നിന്നുള്ള യാത്രക്കാർ തന്നെ പുറത്തേക്ക് ഇറങ്ങിയാണ് അപകടം നടന്ന വിവരം മറ്റ് വാഹനയാത്രക്കാരെ അറിയിച്ചതും തുടർന്ന് രക്ഷാപ്രവർത്തനം നടത്താനായതും. ആദ്യഘട്ടത്തിൽ തന്നെ എല്ലാവരെയും തന്നെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞെങ്കിലും 3 പേർക്ക് നില ആദ്യം തന്നെ ഗുരുതരമായിരുന്നു എന്നാണ് ആശുപത്രി അധികൃതരും പോലീസും വ്യക്തമാക്കുന്നത്. ആ 3 പേരാണ് ഇപ്പോൾ മരണപ്പെട്ടിട്ടുള്ളത്. എന്തായാലും ബാക്കിയുള്ളവരെല്ലാം തന്നെ പീരുമേടും മുണ്ടക്കയത്തുമുള്ള ജില്ലാ ആശുപത്രികളിൽ. സാഗർ, അവരുടെയൊക്കെ നില എങ്ങനെയാണ്? ഈ 36 പേരുണ്ടായിരുന്നിടത്ത് 3 പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ബാക്കിയുള്ളവരെയൊക്കെ രക്ഷിച്ച് ആശുപത്രിയിൽ എത്തിച്ചു എന്ന് പറയുമ്പോൾ അവരുടെയൊക്കെ ആരോഗ്യാവസ്ഥ എങ്ങനെയാണ്? മറ്റുള്ളവരുടെ യാത്ര ഗുരുതരമല്ലെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. എല്ലാവർക്കും തന്നെ ചെറിയ തോതിലുള്ള പരിക്കുകളുണ്ട്. കാരണം നമുക്കറിയാം ഈ ബസ് റോഡിൽ നിന്നും ഇത്രയും 30 അടി താഴ്ചയിലേക്ക് മറിയുമ്പോൾ തന്നെ ബസ് വട്ടം മറിഞ്ഞാണ്, ഇതിൽ പലതവണ മറിഞ്ഞിട്ടാണ് ഈ താഴേക്ക് പോയി പതിച്ചത്. ആ ഒരു അപകടത്തിൽ തന്നെ മറ്റുള്ളവർക്ക് പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. മിക്ക യാത്രക്കാർക്ക് തന്നെ സാരമായ ഒരു പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. എന്നാലും ആരുടെയും പരിക്ക് ഗുരുതരമായിട്ട് ഉണ്ടായിട്ടില്ലെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ 3 പേരുടെ നില മാത്രമാണ് രാവിലെ തന്നെ ഗുരുതരമായി ഉണ്ടായിരുന്നത്. ഇവർ മാവേലിക്കര സ്വദേശികൾ ആണെന്ന് മാത്രം നമുക്ക് വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. എന്തായാലും പോലീസും മറ്റും സ്ഥലത്തെത്തി മറ്റു നടപടികൾ സ്വീകരിച്ചു വരികയാണ് അച്ഛൻ. ശരി, ഇപ്പോൾ മാവേലിക്കര സ്വദേശികളായ 3 പേർ ആ ബസ് അപകടത്തിൽ മരിച്ചു എന്ന വാർത്തയാണ് വരുന്നത്. PS സാഗറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അവർ തഞ്ചാവൂരിലേക്ക് പോയി തിരിച്ചു വരുന്ന വഴിയാണ്, വിനോദ യാത്രയ്ക്ക് പോയി തിരിച്ചു വരുന്നതിനിടെയാണ് ഇപ്പോൾ ഈ വലിയ അപകടമുണ്ടായിരിക്കുന്നത്. ബസ് 30 അടി താഴ്ചയിലേക്കാണ് മറിഞ്ഞിരിക്കുന്നത്. പുല്ലുപാറയ്ക്ക് സമീപമായിരുന്നു അപകടമുണ്ടായത്. KSRTC ബസ്സാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ അല്പസമയത്തിനകം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും. മാവേലിക്കരയിൽ നിന്നും തഞ്ചാവൂരിലേക്ക് പോയ സംഘം 34 പേരടങ്ങുന്ന സംഘം, 2 ജീവനക്കാരും, അങ്ങനെ 36 പേരാണ് ആ ബസ്സിലുണ്ടായിരുന്നത്. ബസ് വളവിൽ വെച്ച് നിയന്ത്രണം വിട്ട് കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. 30 അടി താഴ്ചയിലേക്ക് മറിഞ്ഞതുകൊണ്ട് തന്നെ ഈ 3 പേരുടെ നില അപ്പോൾ രക്ഷപ്പെടുത്തി പുറത്തെത്തിക്കുമ്പോൾ തന്നെ ഗുരുതരമായി തുടരുകയായിരുന്നു. ഇപ്പോൾ അവരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ബാക്കിയുള്ള യാത്രക്കാരുടെ
പരിക്ക് സാരമല്ല എന്ന വിവരമാണ് ഇപ്പോൾ ഈ നിമിഷം നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്താൻ സാധിക്കുന്നത്. ഈ മരിച്ചവരുടെ പേര് വിവരങ്ങളടക്കം വരും മണിക്കൂറുകളിലെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുള്ളവരെ തിരിച്ചറിഞ്ഞു വരുന്നതേ ഉള്ളൂ. 3 പേരും മാവേലിക്കര സ്വദേശികളാണ്. ഒരു സ്ത്രീയും 2 പുരുഷന്മാരുമാണ് മരിച്ചത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ ബസ്സിന്റെ നിയന്ത്രണം വിട്ടു എന്നുള്ള കാര്യം യാത്രക്കാരോട് വിളിച്ചു പറയുന്നതിനിടെ തന്നെ ബസ് മറിഞ്ഞു എന്നാണ്, 30 അടിയോളം താഴ്ചയിലേക്ക് മറിഞ്ഞു എന്നാണ് നമുക്ക് നേരത്തെ അവരുടെ പ്രതികരണം ലഭ്യമായിരുന്നു. ആ ബസ്സിൽ നിന്ന് തന്നെ പുറത്തിറങ്ങി നിന്നവരാണ് ഈ മറ്റ് ആളുകളെ ആ വിവരം അറിയിക്കുകയും രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്തത്. അവരുടെ ആ പ്രതികരണത്തിലേക്ക് നമുക്കൊന്ന് പോകാം. തഞ്ചാവൂരിന് പോയതാണ് മാവേലിക്കര ഡിപ്പോയിൽ നിന്ന് അല്ലേ? മാവേലിക്കര ഡിപ്പോയിൽ നിന്ന് കമ്പം തേനി തഞ്ചാവൂർ പോയ 34 പേരിറങ്ങിയ കേരള KSRTCയുടെ ബസ്സാണ്. അതാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ആൾക്കാരെയൊക്കെ രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഈ വണ്ടിയിൽ വന്നതാണ്. മാവേലിക്കരയിൽ നിന്ന് രാവിലെ 3 മണിക്ക് ഇറങ്ങിയതാണ്. ഞങ്ങളുടെ കൂടുതലുള്ളവർ കുറേ പേര് കൂടെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയും ഒന്ന് രക്ഷിക്കാൻ 34 പേരുണ്ടായിരുന്നു. മാവേലിക്കര ഡിപ്പോയിൽ നിന്ന് പുറപ്പെട്ടതാണ് ഇന്നലെ. തഞ്ചാവൂരിന് പോയിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിയാണ്. സ്ഥലം ഇത് പുല്ലുപാറ എന്ന സ്ഥലത്ത് വെച്ചാണ് വണ്ടിയുടെ ബ്രേക്ക് പോയെന്നാണ് പറയുന്നത്. അതാണ് ആ ബസ്സിൽ ഉണ്ടായിരുന്ന യാത്രക്കാരുടെ വാക്കുകളാണ്. അവർ തന്നെയാണ് പറയുന്നത്. അവരാണ് പുറത്തെത്തി മറ്റ് ആളുകളെ വിവരം അറിയിക്കുന്നത്. അവിടെ രക്ഷാപ്രവർത്തനം നടത്താനായതും നാട്ടുകാരും ഫയർഫോഴ്സും ഒക്കെ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പക്ഷെ 3 പേരുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ്. 34 അംഗ സംഘമാണ് തഞ്ചാവൂരിലേക്ക് പുറപ്പെട്ടത്. മാവേലിക്കര ഡിപ്പോയിൽ നിന്നുള്ള KSRTC ബസ്സിലാണ് തഞ്ചാവൂരിലേക്ക് യാത്ര പോയത്. യാത്ര പോയി മടങ്ങിയെത്തുമ്പോഴാണ് ഇടുക്കി പുല്ലുപാറയ്ക്ക് സമീപത്ത് നിന്ന് ഈ അപകടമുണ്ടായത്. അവിടെ കൊടും വളവുകളായിരുന്നു എന്ന് നേരത്തെ തന്നെ സാഗർ സംസാരിച്ചപ്പോൾ പറയുകയുണ്ടായി. അത്രയും പരിചയമില്ലാത്ത ആളുകളാണെങ്കിൽ, ഡ്രൈവർമാർ അത്രയും പരിചയക്കുറവുള്ള ആളുകളാണെങ്കിൽ ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലം കൂടിയാണ് അതെന്ന് പറയുന്നു. ഒപ്പം ഈ ബസ്സിന്റെ നിയന്ത്രണം വിട്ടു എന്നുള്ളതാണ്. നിയന്ത്രണം വിട്ട കാര്യം യാത്രക്കാരെ അറിയിക്കുകയും ആ സമയം തന്നെ ബസ് 30 അടി താഴ്ചയിലേക്ക് മറിയുകയുമായിരുന്നു. ബസ്സിൽ നിന്നും പുറത്ത് ഇറങ്ങിയ രക്ഷപ്പെടാനായ ആളുകൾ മുകളിലേക്ക് കയറി വന്നാണ് ബാക്കിയുള്ളവരെ വിവരമറിയിച്ചതും അവിടെ രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്തത്. ഇപ്പോൾ ഒരു സ്ത്രീയും 2 പുരുഷന്മാരും മരിച്ചു എന്ന വാർത്ത അവിടെ നിന്നും പുറത്തു വരികയാണ്. രമാ മോഹൻ, അരുൺ, ഹരി എന്നീ 3 പേരാണ് മരിച്ചിരിക്കുന്നത്. മാവേലിക്കര സ്വദേശികളായ രമാ മോഹൻ, അരുൺ, ഹരി 2 പുരുഷന്മാരും രമാ മോഹൻ എന്ന സ്ത്രീയും അരുൺ ഹരി എന്ന മറ്റൊരു പുരുഷനും അവരുടെ 2 പേരുടെയും പേര് വരെ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഒരാളുടെ കൂടി മരിച്ച ഒരാളുടെ കൂടി പേര് ലഭിക്കാനുണ്ട്. എന്തായാലും ഇടുക്കി പുല്ലുപാറയ്ക്ക് സമീപമാണ് ഈ വലിയ അപകടമുണ്ടായിരിക്കുന്നത്. KSRTC ബസ്, വിനോദസഞ്ചാരത്തിന് പോയ KSRTC ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞിരിക്കുന്നു, കൊക്കയിലേക്ക് മറിഞ്ഞിരിക്കുന്നു. രക്ഷാപ്രവർത്തനത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ആംബുലൻസ് താഴെ KSRTC കിടപ്പുണ്ട്. ഇടുക്കി പുല്ലുപാറയിൽ നിന്നുള്ള രക്ഷാപ്രവർത്തനത്തിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് വളരെ ബുദ്ധിമുട്ടിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയതെന്നുള്ളതാണ്. 30 അടി താഴ്ചയിലേക്കാണ് ബസ് മറിഞ്ഞത്. KSRTC ബസ്സാണ്. ബസ്സിലുണ്ടായിരുന്ന 36 പേരിൽ 3 പേർ മരിച്ചു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.
ഇപ്പോൾ പെരുവന്താനം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോമിന സജി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീമതി ഡോമിന, ഇത് എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കുന്നത്? ഇപ്പോൾ ബാക്കിയുള്ള ആളുകളുടെ 3 പേരുടെ മരണം സ്ഥിരീകരിച്ചു എന്നറിയുന്നു. ബാക്കിയുള്ളവരുടെ ആരോഗ്യനില സംബന്ധിച്ച് എന്തെങ്കിലും വിവരം ലഭ്യമാണോ താങ്കൾക്ക്? എന്റെ വാർഡ് പുല്ലുപാറയിൽ നിന്ന് 15 കിലോമീറ്ററോളം ഇപ്പുറത്താണ്. ഇപ്പോഴാണ് എനിക്കും വിവരം ലഭിച്ചത്. അവിടുത്തെ വാർഡ് മെമ്പറുമായിട്ട് ഞാൻ ഫോണിൽ സംസാരിച്ചിരുന്നു. 3, 4 വാർഡുകളിലെ മെമ്പർമാരുടെ 2 വാർഡുകളിലാണ് ഈ പ്രദേശം. അപ്പോൾ 3-ാം വാർഡിലെ മെമ്പർ ഗ്രേസി ജോസുമായിട്ട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 30 അടി താഴ്ചയിലേക്കാണ് ബസ് മറിഞ്ഞിരിക്കുന്നത്. 3 മരണം നടന്നിട്ടുണ്ട്. മറ്റ് യാത്രക്കാരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പെരുവന്താനം ഗ്രാമപഞ്ചായത്തിന്റെ ആംബുലൻസ് പോയിട്ടുണ്ട്. പെരുവന്താനം പഞ്ചായത്ത് പ്രസിഡന്റ് നിജിനി ഷംസുവിനെ ഞാൻ വിളിച്ചിട്ടും കിട്ടിയിട്ടില്ല. ഫോൺ നെറ്റ്വർക്ക് കവറേജ് പ്രശ്നമുള്ള ഏരിയയാണ്, അതുകൊണ്ടായിരിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ഒന്ന് ഇടപെട്ട് ചോദിച്ചോട്ടെ ശ്രീമതി ഡോമിന സജി, ഈ എല്ലാവരെയും പുറത്തെത്തിക്കാൻ കഴിഞ്ഞല്ലോ അല്ലേ? ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മെമ്പർമാർക്കൊക്കെ ഞങ്ങളുടെ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത വെച്ച്, നമ്മുടെ ഭൂപ്രകൃതിയുടെ ഒരു പ്രത്യേകത വെച്ച് ഈ വാർഡുകൾ തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. അതുകൊണ്ട് എല്ലാവരും തന്നെ അവിടെ തന്നെ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് 3-ാം വാർഡ് മെമ്പറെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. മെമ്പർ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുവാണെന്നാണ് ഇപ്പൊ വിളിച്ചപ്പോൾ. ഇത് കറക്റ്റ് സ്ഥലം എവിടെയാണ്? പുല്ലുപാറയ്ക്ക് തൊട്ട് പുറകെ പുല്ലുപാറയാണത്. പുല്ലുപാറ. താങ്കളുടെ വാർഡല്ല? അല്ല, എന്റെ വാർഡല്ല. ഞാൻ കുറച്ച് ദൂരെയുള്ള വാർഡിലാണ് ഞാൻ. ശരി, അപ്പൊ അവിടുന്ന് വിളിച്ചതനുസരിച്ചാണെങ്കിൽ ഈ 3 പേരുടെ മരണം ബാക്കിയുള്ളവരെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് താങ്കൾക്ക് ലഭിച്ച വിവരം? ഇപ്പൊ ലഭിച്ചിരിക്കുന്ന വിവരം അങ്ങനെയാണ്. ഇത് വലിയ താഴ്ചയിലേക്കാണ് പറഞ്ഞത്. ആ പ്രദേശത്തെ കുറിച്ചൊന്ന് പറയാമോ? അപകടം ഉണ്ടാകുന്ന സ്ഥിരം മേഖലയാണോ? അതെ, നമ്മുടെ മുറിഞ്ഞുപുഴ മുതൽ പുല്ലുപാറ വരെയുള്ള മേഖലകളിൽ മിക്കവാറും അപകടങ്ങളുണ്ട്. കാരണം കൊടും വളവുകളാണ് അവിടെ. കൂടെ ചെറിയ മഞ്ഞും നമ്മുടെ ഒരു കാലാവസ്ഥയുടെ പ്രത്യേകതയും മഞ്ഞും ഒക്കെ കാരണം വളവുകളിൽ അപകടം സാധാരണമാണ്. അപ്പൊ അങ്ങനെ സംഭവിച്ചതാവാം. ഈ ബസ് താഴേക്ക് പോകാതിരിക്കാനുള്ള തടയൊന്നും അവിടെ ഇല്ലേ? ഉണ്ട്, അവിടെ ഉണ്ട്. അതിനെയും കടന്നായിരിക്കാം പോയിരിക്കുന്നത്. ഇടിച്ചു പോയതായിരിക്കും അല്ലെ? ഇടിച്ചു മറിഞ്ഞതായിരിക്കാം. ഈ 30 അടി താഴ്ചയിലേക്ക് മറിഞ്ഞു എന്ന് പറയുമ്പോൾ അത്രയും തവണ ബസ് മറിഞ്ഞു, 3 പേരുടെ മരണം സംഭവിച്ചിരുന്നു. പരിക്ക് ഗുരുതരമല്ല എന്നാണോ? താങ്കൾക്ക് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെയുള്ള 1-2 പേരെ വിളിച്ചിട്ട് അവരൊക്കെ രക്ഷാപ്രവർത്തനത്തിലാണ്. നാട്ടുകാർ നമ്മുടെ ആ ഒരു ഭാഗത്തുള്ള കടക്കാരുണ്ട്. പുല്ലുപാറ നന്നായിട്ട് കടയുള്ള മേഖലയാണ്. ശബരിമല ബസ്സുകളൊക്കെ അവിടെ സ്റ്റേ ചെയ്ത് 10 മിനിറ്റ് വിശ്രമിച്ചിട്ടൊക്കെ പോകുന്ന സ്ഥലമാണ്. പക്ഷെ അവിടെയുള്ള ഒരാളെ പോലും വിളിച്ചിട്ട് ആരും ഫോൺ എടുക്കുന്നില്ല. എല്ലാവരും രക്ഷാപ്രവർത്തനത്തിലാണെന്ന് തോന്നുന്നു. ആരുമായിട്ടും ബന്ധപ്പെടാൻ പറ്റുന്നില്ല. ഇവിടെ നിന്നൊരു ആശുപത്രിയിലേക്ക് പോകണമെങ്കിൽ എത്ര സമയം എടുക്കും? ഇവരെ തൊട്ടടുത്ത് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലുണ്ട്. ഒരു 15 മിനിറ്റിന്റെ വ്യത്യാസത്തിൽ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലുണ്ട്. തൊട്ട് പുറകിൽ പീരുമേട് താലൂക്ക് 30 മിനിറ്റോളം കൊണ്ട് പുറകിലേക്ക് പോയാൽ താലൂക്ക് ഹോസ്പിറ്റലുണ്ട്. മുൻപിലേക്ക് പോയാൽ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും അതോടെ തന്നെ നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലും കുന്നേൽ കാഞ്ഞിരപ്പള്ളി താലൂക്ക് ഹോസ്പിറ്റലും ഉണ്ട്. ശരി, ഞങ്ങൾ എന്തായാലും വരും മണിക്കൂറിൽ താങ്കളുമായി ബന്ധപ്പെട്ടോളാം. വളരെയധികം നന്ദി. ശ്രീമതി ഡോമിന സജിയാണ്, പെരുവന്താനം മുൻ പഞ്ചായത്ത് പ്രസിഡന്റാണ്, നമ്മളോട് സംസാരിച്ചത്. എന്തായാലും അവർ പറഞ്ഞതനുസരിച്ച് ഇതൊരു സ്ഥിരം അപകട വളവ് തന്നെയാണ്, ഒരു വലിയ വളവാണ്. ആ വളവിൽ ആണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ബസ് 30 അടി താഴ്ചയിലേക്കാണ് മറിഞ്ഞത്. ഇപ്പോൾ മരിച്ചവരുടെ പേര് വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. രമാ മോഹൻ, അരുൺ ഹരി, സംഗീത്, ഈ 3 പേരാണ് മരിച്ചത്. ഇവർ 3 പേരും മാവേലിക്കര സ്വദേശികളാണ്. രമാമോഹനും അരുൺ ഹരിയും സംഗീതുമാണ് മരിച്ചത്. ഈ യാത്ര പോയ 34 അംഗ സംഘത്തിലെ 3 പേരാണ് ഇപ്പോൾ മരിച്ചത് എന്ന വിവരം പുറത്തുവരുന്നു. തഞ്ചാവൂരിലേക്ക് പോയി മടങ്ങും വഴിയായിരുന്നു ഈ അപകടം ഉണ്ടായത്. പുല്ലുപാറയ്ക്ക് സമീപമാണ് ഈ വലിയ അപകടം ഉണ്ടായിരിക്കുന്നത്. 2 പുരുഷന്മാരും 1 സ്ത്രീയും അപകടത്തിൽ മരിച്ചു. ബാക്കിയുള്ളവരുടെ ആരോഗ്യനില സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് വരും നിമിഷങ്ങളിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും. എന്തായാലും വലിയൊരു അപകടമാണ് അവിടെ ഉണ്ടായത് എന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. കൊടും വളവാണ്. ആ വളവിൽ നിയന്ത്രണം വിട്ട് ബസ് 30 അടി താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. ഇന്നലെ 3 മണിക്കാണ് അവർ മാവേലിക്കര ഡിപ്പോയിൽ നിന്നും യാത്ര തിരിച്ചത് എന്നാണ് നേരത്തെ ആ ബസ്സിലുണ്ടായിരുന്നവർ തന്നെ സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ഈ ബസ് താഴേക്ക് പോയി അതിനുശേഷം അതിൽ നിന്ന് രക്ഷപ്പെട്ട് മുകളിലെത്തിയവരാണ് ഇത്തരത്തിൽ ബസ് താഴെ അപകടത്തിൽപ്പെട്ടുവെന്നും രക്ഷിക്കണമെന്നുമുള്ള കാര്യം മറ്റുള്ളവരെ അറിയിച്ചത് എന്നുള്ളതും നമുക്ക് അത്ഭുതകരമായി തോന്നുന്നു. വളരെ താഴ്ചയിൽ നിന്ന് അവർ ഈ കുത്തനെയുള്ള ഇറക്കത്തിൽ നിന്ന് കയറി വന്ന് ബാക്കിയുള്ളവരെ രക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. അവരുടെ വാക്കുകളും നമ്മൾ നേരത്തെ കേട്ടു. എന്തായാലും ഇപ്പോഴും രക്ഷാപ്രവർത്തനം അവിടെ പുരോഗമിക്കുകയാണ്. ആശുപത്രി വളരെ അടുത്ത് തന്നെ ഉണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കുകയാണ്.
ഇപ്പോൾ മാവേലിക്കര സ്റ്റേഷൻ മാസ്റ്റർ നമുക്കൊപ്പം ചേരുകയാണ്. താങ്കളുടെ പേരൊന്ന് പറയാമോ? സാർ കേൾക്കാമോ? സാർ താങ്കൾക്ക് കേൾക്കാമോ ഞാൻ ചോദിക്കുന്നത്? അദ്ദേഹത്തിലേക്ക് വരാം. ടെലിഫോൺ ബന്ധത്തിൽ ചെറിയ തകരാറുകളുണ്ട്. എന്തായാലും 3 പേരുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു. വലിയൊരു അപകടമാണ് നടന്നത്. 2 ജീവനക്കാരടക്കം 36 പേരാണ് ബസ്സിലുണ്ടായിരുന്നത്. അതിൽ 3 പേരുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. PS സാഗർ തുടരുന്നുണ്ട്. സാഗർ, നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ ഈ രക്ഷപ്പെട്ടവരുടെ ആരോഗ്യനില സംബന്ധിച്ചു. അശ്വതി, ഈ അപകടത്തിൽ 3 പേരാണ് മരിച്ചത്. ഇവർ മാവേലിക്കര സ്വദേശികളാണ്. മാവേലിക്കര സ്വദേശികളായ രമ മോഹൻ, അരുൺ ഹരി എന്നിവരാണ് മരിച്ച 2 പേർ. മരിച്ചവരിൽ 3ാമത്തെ ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഈ മാവേലിക്കരയിൽ നിന്നും തഞ്ചാവൂരിലേക്ക് വിനോദയാത്ര പോയ സംഘം സഞ്ചരിച്ച ബസ്സാണ്, KSRTC ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഇവർ പോയി തിരികെ വരുന്ന വഴിയാണ് അപകടമുണ്ടായത്. നിലവിൽ പരിക്കേറ്റവരെ പീരുമേട്ടിലെയും മുണ്ടക്കയത്തെയും ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞായറാഴ്ച വെളുപ്പിനാണ് ബസ് തഞ്ചാവൂരിലേക്ക് പോയത്. ഇന്ന് രാവിലെ ബസ് മാവേലിക്കര ഡിപ്പോയിൽ തിരിച്ച് എത്തേണ്ടതായിരുന്നു. അതിനിടയിലാണ് ഇന്ന് രാവിലെ 6 മണിയോടുകൂടി ഇത്തരത്തിൽ അപകടം ഉണ്ടായത്. ഈ കുട്ടിക്കാനത്തിനും മുണ്ടക്കയത്തിനും ഇടയിൽ കൊടും വളവുകൾ നിറഞ്ഞ പ്രദേശത്താണ് അപകടം സംഭവിച്ചത്. ഈ മേഖല സ്ഥിരം അപകട മേഖലയാണ്. ഇവിടെ കഴിഞ്ഞ ദിവസം ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ഒരു വാഹനവും അപകടത്തിൽപ്പെട്ടിരുന്നു. ഇന്ന് രാവിലെ അപകടം ഉണ്ടായ ഉടൻ തന്നെ ഹൈവേ പോലീസും മോട്ടോർ വാഹന വകുപ്പും എല്ലാം തന്നെ സ്ഥലത്ത് രക്ഷാപ്രവർത്തനത്തിനായി എത്തി. 34 യാത്രക്കാരും 2 ജീവനക്കാരുമാണ് ബസ്സിൽ ഉണ്ടായിരുന്നതെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇവരെ മുണ്ടക്കയത്തെ ഈ പീരുമേടിലെയും താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ പരിക്കേറ്റവരെ. ശരി സാഗർ, എന്തായാലും ഇടുക്കി പുല്ലുപാറയ്ക്ക് സമീപമാണ് ഈ വലിയ അപകടം ഉണ്ടായിരിക്കുന്നത്. KSRTC ബസ് കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. 30 അടി താഴ്ചയിലേക്കാണ് ബസ് വീണത്. വലിയൊരു വളവ് അവിടെ ഉണ്ടായിരുന്നു. ആ വളവിൽ നിയന്ത്രണം നഷ്ടമായ ബസ് കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. 3 പേർ മരിച്ചു. ആ ബസ്സിലുണ്ടായിരുന്നത് 36 പേരാണ്. 2 ജീവനക്കാരും 34 യാത്രക്കാരുമാണ് ഉണ്ടായിരുന്നത്. തഞ്ചാവൂരിലേക്ക് മാവേലിക്കരയിൽ നിന്നും വിനോദയാത്ര പോയ സംഘം സഞ്ചരിച്ച ബസ്സാണ് ഈ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ഈ ബസ്സിൽ നിന്നും എല്ലാവരെയും പുറത്തെടുക്കാൻ സാധിച്ചു എന്നാണ് നമുക്ക് അനൗദ്യോഗികമായി ലഭിക്കുന്ന വിവരം. അതേസമയം അവിടെ രക്ഷാപ്രവർത്തനം തുടരുന്നു എന്ന രീതിയിലും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. സ്ഥിരം അപകടമുണ്ടാകുന്ന ഒരു മേഖലയാണ് എന്നാണ് നേരത്തെ അവിടെ നിന്ന് സംസാരിച്ചൊരു ജനപ്രതിനിധി നമ്മളോട് പറഞ്ഞത്. 1996 ജൂലൈ 7 പുല്ലുപാറ വളവിൽ ഇതുപോലെ മറ്റൊരു അപകടത്തിൽ 11 പേർ മരിച്ചിട്ടുണ്ട്. ആ പ്രദേശം തന്നെയാണോ ഇത് എന്നുള്ള കാര്യമാണ്. തമിഴ്നാട് രാജീവ് ഗാന്ധി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബസ് അന്ന് 400 അടി താഴ്ചയിലേക്കാണ് മറിഞ്ഞത്. ഇപ്പോൾ ഈ ബസ് 30 അടി താഴ്ചയിലേക്കാണ് മറിഞ്ഞത്. ഒരു മരത്തിൽ തട്ടി നിന്നു എന്നാണ് പറയുന്നത്. ഒരു പക്ഷേ അതല്ലായിരുന്നുവെങ്കിൽ ഇതിൻ്റെ വ്യാപ്തി വർദ്ധിച്ചേനെ. ഇപ്പോൾ ഈ അന്ന് അപകടത്തിൽ 2 മാസം പ്രായമുള്ള കൈക്കുഞ്ഞടക്കം 11 പേരാണ് അന്ന് മരിച്ചത്. 49 പേർക്ക് അന്ന് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ചെന്നൈയിൽ നിന്നും ചങ്ങനാശ്ശേരിയിലേക്ക് വന്ന ബസ്സായിരുന്നു അന്ന് അപകടത്തിൽപ്പെട്ടത്. ഇപ്പോൾ തഞ്ചാവൂരിലേക്ക് ടൂർ പോയ മാവേലിക്കര സ്വദേശികളുടെ സംഘമാണ് ഈ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. അതിൽ 3 പേരാണ് ഇപ്പോൾ മരിച്ചത്. ഒരു സ്ത്രീയും 2 പുരുഷന്മാരുമാണ്. രമാമോഹൻ, അരുൺ ഹരി, സംഗീത് എന്നിവരാണ് മരിച്ചത് എന്ന വിശദാംശങ്ങൾ റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. ബാക്കിയുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ള അനൗദ്യോഗികമായി സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ നമുക്കുണ്ട്. എങ്കിലും അവിടെ ആ സമയത്ത് ആളുകൾ എത്തി രക്ഷാപ്രവർത്തനം ഊർജിതമായി നടന്നുവെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. പോലീസിനെയും ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. അവരെയൊക്കെ വളരെ വേഗത്തിൽ തന്നെ ആ വാഹനത്തിൽ കയറ്റി ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. വളരെ ബുദ്ധിമുട്ടിയാണ് ആ രക്ഷാപ്രവർത്തനം അവിടെ നടന്നത് എന്നും വ്യക്തമാകുന്നുണ്ട്. ഇടുക്കി പുല്ലുപാറയിലുണ്ടായ വലിയ അപകടം, അതിന്റെ വാർത്തയിലേക്ക് വളരെ വിശദമായി വരാം. ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.